ഇന്നത്തെ ഈ മധ്യാഹ്ന സമയം ദൈവവചന ധ്യാനത്തിനായി നാം ഒരുങ്ങുമ്പോൾ യൂദയുടെ പുസ്തകം 5-ാമത്തെ വാക്യത്തിൽ നിന്ന് വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ബുക്ക് ഓഫ് ജൂഡ് വേഴ്സ് 5. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. പരിശുദ്ധ പിതാവേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ പുത്രന്റെ നാമത്തിൽ വീണ്ടും ഞങ്ങൾ അടുത്ത് വരികയാണ്. ഞങ്ങളുടെ സാന്നിധ്യം ദൈവസഭയുടെ മധ്യത്തിൽ ഉള്ളതിനായിട്ട് സ്തോത്രം. പരിശുദ്ധ കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങ് വാഗ്ദത്തം ചെയ്ത ദൈവകൃപ ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങ് തന്നിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. കേൾപ്പിച്ച വചനത്തെ അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ആ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ കൊണ്ടുപോകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പണി ഇന്ന് പകൽക്കാലം നടക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹിതപ്രകാരം ഞങ്ങളെ ആക്കി അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കിക്കാട്ട് കർത്താവേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും കർത്താവിന്റെ സന്നിധിയിലിരിക്കുക. പ്രാർത്ഥനയോടെ യൂദയുടെ ലേഖനത്തെ കുറിച്ച് പറയുമ്പോൾ, നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. യൂദയുടെ ലേഖനത്തെ കുറിച്ച് പറയുമ്പോൾ പരമപ്രധാനമായ ഒരു വിഷയം എന്തെന്ന് ചോദിച്ചാൽ, യൂദയുടെ ലേഖനം എഴുതപ്പെട്ടതിന്റെ പശ്ചാത്തലം. ദുരുപദേശങ്ങൾ അതിശക്തമായി ദൈവസഭയുടെ മധ്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ കൃപയെ വൃഥാവാക്കി, ദൈവവചന പ്രകാരം പറയുകയാണെങ്കിൽ ദുഷ്കാമ പ്രവർത്തികൾക്ക് മറയാക്കി, അധർമ്മ പ്രവർത്തികൾക്ക് മറയാക്കി ഒരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ പ്രസംഗകർ തീർത്തപ്പോൾ ദൈവസഭയുടെ മധ്യത്തിൽ പാപത്തെ ലാഘവമായി കാണുവാൻ തക്കവണ്ണമുള്ള ദുരുപദേശം പരക്കെ ആയപ്പോൾ അതിനെതിരെ ശക്തമായി ദൈവത്തിന്റെ ആലോചന പ്രകാരം ദൂതറിയിച്ച അപ്പോസ്തലനാണ് യൂദ. ഇവിടെ എഴുതിയിരിക്കുന്ന ഈ വചനത്തിൽ നിന്ന് രണ്ട് പ്രധാനപ്പെട്ട ഫ്രൈസസ് അല്ലെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് എന്തെന്നറിയാമോ? രക്ഷിച്ച ജനത്തെ പിന്നത്തേതിൽ നശിപ്പിച്ചു. രക്ഷിക്കുക, നശിപ്പിക്കുക, രണ്ടും ഓപ്പോസിറ്റാ. ഇത് രണ്ടും ചെയ്തതാരാണ്? ദൈവം തന്നെയാണ്. ഒരു കൂട്ടം ജനത്തെ ദൈവം രക്ഷിച്ചു, അതേ ജനത്തെ തന്നെ ദൈവം പിന്നത്തേതിൽ നശിപ്പിച്ചു. വളരെ വലിയൊരു വാണിംഗ് ആണ് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് തരുന്നത്. രക്ഷിക്കപ്പെട്ട ഒരു ജനം നശിച്ചു പോകുന്നത് എങ്ങനെയാണ്? ഇന്ന് അങ്ങനെ ഒരു ടീച്ചിങ് എങ്ങും കേൾക്കാനില്ല. ഇന്നത്തെ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ജനം രക്ഷയിൽ തന്നെ ജീവിക്കുന്നു, മരിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ അടുക്കൽ എത്തുന്നു. പക്ഷെ ഇവിടെ പുതിയ നിയമത്തിൽ പുതിയ നിയമസഭയോട് ദൈവത്തിന്റെ ദാസനായ യൂദയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നിങ്ങൾ ഒരിക്കൽ അറിഞ്ഞത് പിന്നെയും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് എന്തെന്നാൽ. What does it mean, my brothers, my sisters? It has nothing to do with the church today. ദൈവസഭയുമായിട്ടൊരു ബന്ധവുമില്ലാത്തൊരു വിഷയമാണോ ഇത്? കർത്താവിന്റെ ആത്മാവ് സഭയോട് പറയുകയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. നിങ്ങളുടെ പോക്ക് കണ്ട്, നിങ്ങളുടെ ജീവിത രീതി കണ്ട്, നിങ്ങളുടെ ജീവിതത്തിന്റെ ശൈലി കണ്ട്, നിങ്ങളുടെ ലക്ഷ്യബോധമില്ലായ്മ കണ്ടിട്ട് നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെ. എന്താ? ദൈവം ഒരു ജനത്തെ ഒരിക്കൽ രക്ഷിച്ചു, പക്ഷെ പിന്നത്തേതിൽ അവരെ ദൈവം നശിപ്പിച്ചു. അത് നിങ്ങൾ മറന്നുപോകരുത്. അതാ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇതിന്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇന്നത്തെ പകൽക്കാലം നാം ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ആശ്രയിച്ച് ധ്യാനിക്കാമെന്ന് ചിന്തിക്കാമെന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ പറയുന്നു, മിസ്രയീമിന്റെ അടിമത്വത്തിൽ നിന്ന് ഒരു ജനത്തെ കർത്താവ് രക്ഷിച്ചു. ആ ജനം കർത്താവിൽ വിശ്വസിക്കാതെ വന്നപ്പോൾ കർത്താവ് അവരെ നശിപ്പിച്ചു. കർത്താവ് എന്തവർക്ക് വാഗ്ദത്തം ചെയ്തോ ആ വാഗ്ദത്തത്തിൽ അവർ എത്തുവാൻ തക്കവണ്ണം ഇടയായില്ല. എന്ത് ലക്ഷ്യമാക്കി അവർ മിസ്രയീമിൽ നിന്ന് ഇറങ്ങിയോ ആ ലക്ഷ്യത്തിലെത്തുവാൻ അവരിൽ പലർക്കും കഴിഞ്ഞില്ല. ഹല്ലേലൂയ. മറന്നു പോകരുത് സഹോദരങ്ങളെ, ഇതേ അനുഭവത്തിൽ നിന്ന്, ലോകത്തിന്റെ വഴികളിൽ നിന്ന്, പാപത്തിന്റെ വഴികളിൽ നിന്ന് വിടുവിക്കപ്പെട്ടവർ, രക്ഷിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും, അല്ലേ? കർത്താവ് എന്തു പറഞ്ഞാണ് നമ്മളെ രക്ഷിച്ചത്? കർത്താവിനോട് വസിക്കുവാനുള്ള ഒരു മാസം വാഗ്ദത്തം തന്നാണ് നമ്മളെ രക്ഷിച്ചത്.
ഒരു നിത്യത, ദൈവത്തോടുകൂടെ വസിക്കുവാനുള്ള ഒരു നിത്യത വാഗ്ദത്തം ചെയ്താണ് നമ്മളെ കർത്താവ് വിടുവിച്ചത്. പക്ഷേ ഒരുപക്ഷെ നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു, കർത്താവ് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തത്തിൽ ഞാൻ എത്താതെ വരുമോ? ഇത് പകൽക്കാലം നമ്മൾ അതിനെക്കുറിച്ച് ധ്യാനിക്കുവാനായിട്ട് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. You know what is the greatest gift God has given us? എന്താണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്? ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ സമ്മാനം എന്ന് പറയുന്നത്, ആ അനുഗ്രഹം എന്ന് പറയുന്നത്, ആ അനുഗ്രഹം മറ്റൊന്നുമല്ല, the knowledge of truth. സത്യത്തെക്കുറിച്ചുള്ള ആ വെളിപ്പെടുത്തൽ, സത്യത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ് ദൈവം നമുക്ക് തന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഏതാ സത്യം? എന്നെക്കുറിച്ചുള്ള സത്യം, കർത്താവിനെ കുറിച്ചുള്ള സത്യം. The greatest gift God has given us is the knowledge of truth. Truth concerning myself and concerning God. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം എനിക്ക് തന്നു. അത് മാത്രമല്ല, എന്നെക്കുറിച്ചുള്ള അറിവ് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഞാൻ എത്ര ബലഹീനനാണെന്ന്. ഹല്ലേലൂയ. എന്റെ ഒന്നുമില്ല, എംപ്റ്റീനെസ്, എന്റെ ഷാലോനെസ്. ഹല്ലേലൂയ. എനിക്ക് നിൽക്കുവാൻ കഴിയത്തില്ല, ദൈവത്തെ കൂടാതെ എനിക്ക് നിൽക്കുവാൻ കഴിയത്തില്ല എന്നുള്ള സത്യം എനിക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്നു. അത് മാത്രമല്ല, ഞാൻ എൻ്റെ വഴിയിൽ, എൻ്റെ ആലോചനയിൽ നടന്നാൽ ഞാൻ എവിടെ എത്തും എന്നുള്ളതിന്റെ അവസാനം, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ആ തീവ്രത, ആ അപകടത്തെ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഇതാ ഏറ്റവും വലിയ സത്യം. In another word, shall I ask you another question? What is the greatest discovery a man can ever make? ഒരു മനുഷ്യന് കണ്ടുപിടിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താണെന്നറിയാമോ? ഈ സത്യമാണ്. ഒരു മനുഷ്യൻ ഈ സത്യം തന്റെ ജീവിതത്തിൽ അറിയുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ ജീവിതത്തിൽ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. Nothing is a great discovery when you compare to discovering the truth. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ ഒന്ന് നോക്കിയേ, അനേക കോടി മനുഷ്യരുടെ മധ്യത്തിൽ എത്ര ശതമാനമുണ്ട് ഈ സത്യം തിരിച്ചറിഞ്ഞവർ? തങ്ങളുടെ ജീവിതത്തിന് ശേഷം, നമ്മുടെ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും ഒരു നിത്യതയുണ്ടെന്നും, ഹല്ലേലൂയ, ആ വഴികൾ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ഉള്ളപ്പോൾ തന്നെ തിരഞ്ഞെടുക്കണമെന്നുള്ളതും അത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം തന്നെയാണ് സഹോദരങ്ങളെ. അതിന് കർത്താവ് നമ്മളെ സഹായിച്ചു. നമ്മൾ ഈ വചനത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് ഒന്ന് വന്നേ. ഒരു കൂട്ടം ജനത്തെ കുറിച്ച് പറയുന്നത് ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേൽ സാധാരണപ്പെട്ട ഒരു ജാതിയല്ല. ലോകത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായി തീർന്ന ഒരു ജാതിയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ സത്യദൈവമായ യഹോവയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ്. യഹോവ കൂടെ വസിച്ച ഒരു ജനമാണ്. ദൈവ ശബ്ദം കേൾക്കുക മാത്രമല്ല, ദൈവിക മഹത്വം തങ്ങളുടെ അനുദിന ജീവിതത്തിൽ അനുഭവിച്ചിറങ്ങുകയും തങ്ങളുടെ കണ്ണുകൾക്ക് മുമ്പിൽ കാണുകയും ചെയ്ത മനുഷ്യരാണവര്. ദൈവിക നന്മയെ അനുഭവിച്ചവർ അനുദിന ജീവിതത്തിൽ, അതും ഇൻ എ സൂപ്പർ നാച്ചുറൽ വേ, അമാനുഷികമായ വഴികളിലൂടെ ദൈവത്തിന്റെ നന്മ അവർ അനുഭവിച്ചതാണ്. ദൈവം അവരുടെ മധ്യത്തിൽ വസിക്കുന്നുണ്ടായിരുന്നു. ദൈവം അവരെ ഓരോ ദിവസവും മുന്നോട്ട് നടത്തുന്നുണ്ടായിരുന്നു. ദൈവം അവർക്കെല്ലാമായിരുന്നു. അങ്ങനെ ഒരു കൂട്ടം ജനം നശിച്ചു പോവുക എന്ന് പറഞ്ഞത് സംഭവ്യമാണോ സഹോദരങ്ങളെ? ക്യാൻ ഇറ്റ് ഹാപ്പൻ? ദൈവത്തിന്റെ മഹത്വം ഇത്രമാത്രം അനുഭവിച്ച ഒരു ജനം കർത്താവിന്റെ കൈകളാൽ തന്നെ നശിച്ചു പോവുക എന്ന് പറയുന്നത് സംഭവ്യമാണോ? അങ്ങനെ സംഭവിക്കുവാൻ സാധ്യതയുണ്ടോ? അതാണ് ഇവിടെ അപ്പോസ്തലനായ യൂദ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ജനത്തെ രക്ഷിച്ചെങ്കിലും അവർ നശിച്ചു പോയി. ദൈവ മഹത്വം അറിഞ്ഞവർ, ദൈവ ശക്തി അറിഞ്ഞവർ, ദൈവ നന്മയെ അനുഭവിച്ചവർ, ദൈവം ഈ ലോകത്തിൽ മറ്റാർക്കും വെളിപ്പെടുത്തി കൊടുക്കാത്ത സത്യങ്ങളെയും പ്രമാണങ്ങളെയും അറിയുവാൻ കോണം വരം ലഭിച്ചവർ, ഭാഗ്യം ലഭിച്ചവർ, ശ്രേഷ്ഠമേറിയ വിളിയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനം കർത്താവ് എവിടെ അവർക്ക് വാഗ്ദത്തം ചെയ്തോ അവിടെ എത്തിയില്ലെന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ട് അവർക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് അവർ മരുഭൂമിയിൽ അലഞ്ഞു നടക്കേണ്ടതായിട്ട് വന്നു? ജീവിതകാലം മുഴുവനും, ശ്രദ്ധിച്ചു കേൾക്കണമേ, ജീവിതകാലം മുഴുവനും സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, ലക്ഷ്യബോധമില്ലാതെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് ജീവിക്കേണ്ടി വന്നു. കാരണം അവരോട് വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് മോശയിലൂടെ പറഞ്ഞു. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൽ പറഞ്ഞു, 20 വയസ്സിന് മേലുള്ള ഈ തലമുറയുള്ളവരെല്ലാവരും അവർ ഈ മരുഭൂമിയിൽ ചത്തൊടുങ്ങുന്നത് വരെ നിങ്ങൾ ഈ മരുഭൂമിയിൽ അലഞ്ഞു നടക്കേണ്ടി വരും. അപ്പോൾ ആ മരുഭൂമിയിൽ അലഞ്ഞു നടക്കുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ ഒരു ബോധ്യമുണ്ട്, അവിടെ എത്തുന്നതിന് മുമ്പ് ഞാൻ മരിക്കും. ഒരുപക്ഷെ ഇന്നായിരിക്കാം, അല്ലെങ്കിൽ നാളെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റൊന്നാളായിരിക്കാം. One thing is sure, absolutely sure, before we get the border of the promised land, I will die, because that is what the God said. ഒന്ന് ഓർത്ത് നോക്കി.
സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, ഭയത്തിന്റെ കീഴ്പ്പെട്ടിൽ പോയിരിക്കുന്ന ഒരു ദൈവജനത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ച്. അങ്ങനെ ദൈവജനത്തിന് ആകുവാൻ പറ്റുമോ? ആകുവാൻ പറ്റുമെന്നാണ് ഈ അനുഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അത് പഴയ നിയമത്തിന്റെ പേജുകളിലുള്ള പുതിയ നിയമത്തിൽ ദൈവസഭയെ അത് ഓർമ്മിപ്പിക്കുകയാണ്. സമാനമായ അനുഭവമല്ലേ അനേക ദൈവമക്കൾ എന്ന് പറയുന്നവരുടെ ജീവിതത്തിലേക്ക് നോക്കിയേ. സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല, എപ്പോഴും ഭയത്തിന് കീഴിലാണ്. അത് മാത്രമല്ല, നിത്യതയെക്കുറിച്ചൊരു ബോധ്യമല്ല. ഇന്നും മരിച്ചാൽ സ്വർഗത്തിൽ എത്തുമെന്നോ, കർത്താവിന്റെ വരവ് സംഭവിച്ചാൽ കർത്താവിന്റെ സഭയോടുകൂടെ താനും എടുക്കപ്പെടുമോ, ബോധ്യമില്ലാതെ ജീവിക്കുന്ന ഒരു ജനത്തെ കുറിച്ച് പറഞ്ഞാൽ ഈ ജനത്തിന് തുല്യമാണ്. ഹല്ലേലൂയ! അങ്ങനെ ആയിരിക്കുവാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. അതുകൊണ്ടാണ് പുതിയ നിയമസഭയ്ക്ക് ദൂത് അപ്പോസ്തലനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടുത്തത്. കർത്താവ് കൽപ്പിച്ചത് അതുകൊണ്ടാണ്. ഇത് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്ന ചരിത്രം എവിടെ എഴുതിയിരിക്കുന്നത് ചോദിച്ചാൽ, സംഖ്യാപുസ്തകം 14-ാമത്തെ അധ്യായം, ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 14. നമുക്കറിയാം അവിടെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. അപ് ടു ദി ചാപ്റ്റർ 13, 13-ാമത്തെ അധ്യായം വരെ ഒരു വിഷയവുമില്ലായിരുന്നു. 13-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നപ്പോൾ പാരാൻ മരുഭൂമിയുടെ അവിടെ വരെ വന്നു. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? ബൈ ദ വേ, പാരാൻ മരുഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ മിസ്രൈമിന്റെ ബോർഡറിൽ നിന്ന് കനാൻ ദേശത്തേക്ക് എത്തുവാൻ തക്കവണ്ണം വെറും 11 ദിവസത്തെ യാത്രയുള്ളായിരുന്നു. അങ്ങനെയാണ് ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നത് സെയീർ പർവ്വതത്തിൽ നിന്നും കാദേശ് ബർണ വരെ 11 ദിവസമേ ഉള്ളൂ. ചിന്തിച്ചു നോക്കിയേ, 11 ദിവസം കൊണ്ട് എത്താവുന്ന ഒരു സ്ഥലത്താണ് 40 വർഷം എടുത്തതാ ജനം. മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ! ഇന്ന് നമ്മൾ വചനം പഠിക്കുമ്പോൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? 13-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത്, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുക്കുവാനിരിക്കുന്ന കനാൻ ദേശം ഉറ്റുനോക്കേണ്ടതിന് ആളുകളെ അയക്കുക. അതത് ഗോത്രത്തിൽ നിന്ന് ഓരോ ആളെ അയക്കണം. അവരെല്ലാവരും പ്രഭുക്കന്മാരായിരിക്കണം. This is something the Lord is commanding Moses. God is commanding Moses to send a spy, അല്ലെങ്കിൽ people to spy over the land which God has promised them to have. അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദേശം എങ്ങനെയുള്ളതെന്ന് കാണുവാൻ തക്കവണ്ണം മുന്നമേ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ പ്രമുഖന്മാരെ വീതം അയക്കണമെന്ന് കർത്താവ് പറയുക. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നറിയാമോ? കർത്താവ് ആരെയും നിർബന്ധിക്കുന്നില്ല. അവരെ വിട്ട് കാണിക്കുക, ഈ ദേശത്തേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഇതിൽ സന്തോഷമുള്ളവരാണോ? ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഇതാണ്. ഈ വാഗ്ദത്തത്തിൽ നിങ്ങൾ സന്തോഷമുള്ളവരാണോ? God is not forcing his will on somebody. God is promising us something and asking us, you check whether you want it or not. അത് മാത്രമാണോ? സാധാരണക്കാരായ മനുഷ്യരെ അല്ല കർത്താവ് അയച്ചത്, പ്രഭുക്കന്മാരെ അയച്ചത്, റൂളേഴ്സിനെ അയച്ചത്, ജ്ഞാനമുള്ളവർ, പരിജ്ഞാനമുള്ളവർ, അധികാരമുള്ളവർ, ദൈവജനത്തിന്റെ മധ്യത്തിൽ അംഗീകാരമുള്ളവർ, അങ്ങനെയുള്ള ഓരോരുത്തരെയാണ് ഓരോ ഗോത്രത്തിൽ നിന്ന് ദൈവം അയക്കാനായിട്ട് പറഞ്ഞത്. ഹല്ലേലൂയ! ചിന്തിക്കുവാൻ വിവേകമുള്ളവർ, ജ്ഞാനമുള്ളവർ, അധികാരമുള്ളവർ, ഹല്ലേലൂയ, അവരാണ് കടന്നുപോയത്. ഇവിടെ മനസ്സിലാക്കണമേ, ഇവർ മടങ്ങി വരുന്നു. അങ്ങനെ പുരുഷാരത്തിൽ നിന്ന് 12 പേരെ അയക്കുന്നതായിട്ട് നമ്മളിവിടെ വായിക്കുന്നുണ്ട്, അല്ലേ? ഈ 12 പേര് കനാൻ ദേശം ഒറ്റുനോക്കുവാനായിട്ട് പോയി. ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത ദേശം ഒറ്റുനോക്കുവാനായിട്ട് പോയി. പക്ഷെ അവർ മടങ്ങി വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അതുവരെ ഇല്ലാതിരുന്ന ഒരു അനുഭവം സഭയുടെ മധ്യത്തിൽ ഉണ്ടായി. അതുവരെ ഇല്ലാതിരുന്ന ഒരു അനുഭവം ക്യാമ്പിലുണ്ടായി. 12 പേര് കടന്നുപോയി, അവർ ഒന്നിച്ച് കടന്നുപോയി. പക്ഷെ ദൈവത്തിന്റെ മഹത്വം കണ്ടവർ മടങ്ങി വന്നത് രണ്ടായിട്ടാണ്. അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? 10 പേര് ഒരു കൂട്ടം, 2 പേര് വേറൊരു കൂട്ടം. ഈ 10 പേരെന്താ പറഞ്ഞതെന്നറിയാമോ? അവര് ഈ ലോകത്തിൽ കണ്ട കാര്യങ്ങൾ കണ്ടിട്ട് മടങ്ങി വന്നു. ഹല്ലേലൂയ! അവര് നല്ലൊരു റിപ്പോർട്ട് വന്ന് ജനത്തിന് കൊടുത്തു. മോശത്തിന് ജനം ഒരു റിപ്പോർട്ട് കൊടുത്തു. എന്നിട്ട് അവരെന്താ ചെയ്തതെന്നറിയാമോ? അവര് ദൈവം പറഞ്ഞ കാര്യത്തിൽ നിന്നൊന്നും മാറി തങ്ങളുടെ കണ്ണുകൾക്ക്, തങ്ങളുടെ ചിന്തകൾക്ക് എന്താ കാണാൻ കഴിഞ്ഞത്, എന്താ കേൾക്കാൻ കഴിഞ്ഞത്, എന്താ ഗ്രഹിക്കുവാൻ കഴിഞ്ഞത്, അതാണ് അവർ പറഞ്ഞത്. വിശ്വാസത്താൽ യാത്ര തിരിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ട ഒരു ജനം വിശ്വാസത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കാഴ്ചയാൽ ജീവിക്കുവാൻ പോകുന്നതിന്റെ അപകടമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. സഹോദരങ്ങളെ, മറന്നു പോകരുത്. ഈ ജനം എന്തുകൊണ്ട് ഇങ്ങനെ അലയേണ്ടി വന്നു എന്നുള്ളത് പഠിക്കുമ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്, ഈ 14-ാമത്തെ അധ്യായത്തിൽ നിന്ന് 3 കാര്യങ്ങളാണ് എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. കർത്താവ് ഈ ഒരു ദൂത് എന്റെ ഹൃദയത്തിലേക്ക് തന്നപ്പോൾ, ഈ അധ്യായം കർത്താവ് എനിക്ക് കാണിച്ചു തന്നപ്പോൾ, ഞാൻ ഈ അധ്യായം പഠിച്ചപ്പോൾ ഇതിൽ നിന്ന് 3 കാര്യങ്ങളാണ്, 3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്, കാരണങ്ങളാണ് ഈ ജനം മരുഭൂമിയിൽ അലയുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തത്.
അത് ദൈവസഭയുടെ ഹല്ലേലൂയ ചരിത്ര കാലഘട്ടത്തിലും ഇപ്പോഴും ഇത് ബാധകമാണ്. 3 കാരണങ്ങളാണ് ദൈവത്തിൽ നിന്ന് അകന്നു മാറി ഈ ലോകത്തിൽ അലയുവാന്റെ കോണം ഒരു വിശ്വാസിക്ക് ഇടയാക്കുന്നത്. നമ്പർ 1, 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, 1, they lost the vision. അവർക്ക് ദർശനം നഷ്ടപ്പെട്ടു. 2, they rebelled with the authority. ദൈവമാക്കി വെച്ചിരിക്കുന്ന അധികാരത്തിന് കീഴ്പ്പെടുവാൻ അവർക്ക് കഴിയാതെ അധികാരത്തോടെ അവർ മറുതലിച്ചു. 3, they trusted in themselves. അവർ തങ്ങളിൽ തന്നെ ആശ്രയിച്ചു. ഈ 3 കാരണങ്ങളാലാണ് ദൈവവാഗ്ദത്തം പ്രാപിച്ച ജനം, ഹല്ലേലൂയ, കർത്താവ് വാഗ്ദത്തം ചെയ്തിടത്ത് പോയി സ്വസ്ഥത അനുഭവിക്കേണ്ട ജനം, ദൈവത്തെ ആരാധിക്കേണ്ട ജനം, ദൈവത്തോടു കൂടെ വസിക്കേണ്ട ജനം, ദൈവത്തിൽ നിന്നകന്ന് ഈ ലോകത്തിൽ അലയാൻ തക്കവണ്ണം ഇടയായി. ഈ മരുഭൂമിയിൽ 40 വർഷക്കാലം അലയുവാൻ തക്കവണ്ണം ഇടയായത്. നിങ്ങൾ ഇവിടെ നോക്കിയ ഈ ഒരു വാക്യം ഒന്ന് നോക്കിയ 14-ാം അധ്യായത്തിന്റെ 34-35 വാക്യങ്ങൾ. ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 14 വേഴ്സസ് 34 and 35. അവിടെ എഴുതിയിരിക്കുന്നു, ദേശം ഒറ്റുനോക്കിയ 40 ദിവസത്തിന്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് 1 സംവത്സരം വീതം 40 സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എന്റെ അകൽച്ച അറിയും. എനിക്ക് വിരോധമായി കൂട്ടം കൂടിയ ഈ ദുഷ്ടസഭയോട് ഞാൻ ഇങ്ങനെ ചെയ്യും. ഈ മരുഭൂമിയിൽ അവർ ഒടുങ്ങും, ഇവിടെ അവർ മരിക്കും എന്ന് യഹോവയായ ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ദേശം ഉറ്റുനോക്കുവാൻ മോശെ അയച്ചവരും മടങ്ങി വന്ന് ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞ് സഭ മുഴുവനും അവന് വിരോധമായി പിറുപിറുക്കുവാൻ സംഗതി വരുത്തിയവരും ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞവരുമായ പുരുഷന്മാരൊക്കെയും യഹോവയുടെ മുൻപാകെ ഒരു ബാധ കൊണ്ട് മരിച്ചു. ദൈവത്തിന്റെ കോപത്തിന്റെ കീഴിലായി ദൈവം അവരെ 12 പേരെ തിരഞ്ഞെടുത്ത് ദൈവം കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് അവരെ അയച്ചപ്പോൾ അവർ ഒരിക്കലും ചിന്തിച്ചില്ല ഈ ദൈവിക അനുഗ്രഹം തങ്ങൾക്ക് മരണമായി തീരുമെന്ന്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ സഹോദരങ്ങളെ, കർത്താവ് നമ്മളെ ഒരു വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് ദൈവത്തിന്റെ മഹത്വം നമ്മളെ അറിയിച്ചു കഴിയുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ എങ്ങനെയാണ് ആ മഹത്വത്തെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത്, എങ്ങനെയാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശക്തമായ ദൂതുകൾ മറ്റുള്ളവരോട് അറിയിക്കുന്നത്, ഹല്ലേലൂയ, അതൊരു പക്ഷേ നമ്മുടെ ഭൗതികമോ ആത്മീകമായ മരണത്തിനിടയാക്കിയേക്കാം. ദൈവത്തിൽ നാം വിശ്വസ്തയോടെ നിന്നില്ലെങ്കിൽ, ദൈവപക്ഷത്ത് നാം നിന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ ആലോചന എന്തെന്ന് നാം കേട്ടറിഞ്ഞ് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ പക്ഷത്ത് നമുക്ക് നിൽക്കുവാൻ കഴിയത്തില്ലെങ്കിൽ എന്തു പറ്റുമെന്നറിയാമോ? ഒരു പക്ഷേ കർത്താവ് ശുശ്രൂഷയിൽ നിന്ന് മാറ്റുക മാത്രമല്ല, ഹല്ലേലൂയ, ഒരു പക്ഷേ നാം ഈ ഭൂമിയിൽ ഇല്ലാതായി പോകുവാൻ കൂടെ സാധ്യതയായി പോകും. അത്രമാത്രം ഭയാനകമാണ് ദൈവസന്നിധിയിൽ നാം നിൽക്കേണ്ടത്. അല്ലെങ്കിൽ അത്രമാത്രം ഭയത്തോടെയാണ് ദൈവസന്നിധിയിൽ നിൽക്കേണ്ടത്. ആദ്യം ഒന്ന് കേട്ടു നോക്കിയേ. 1, they lost the vision എന്ന് പറഞ്ഞാൽ അവരുടെ ദർശനം നഷ്ടപ്പെട്ടു. ഈ വാക്യത്തിന്റെ ആദ്യങ്ങൾ ഒന്ന് നോക്കിയേ. 14-ാമത്തെ വാക്യത്തിൽ 1-ാമത്തെ വാക്യം മുതൽ നോക്കിയേ. പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുക. അപ്പോൾ സഭയൊക്കെയും ഉറക്കെ നിലവിളിച്ചു, ജനം രാത്രി മുഴുവനും കരഞ്ഞു. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. സഭയൊക്കെയും അവരോട്, മിസ്രയീം ദേശത്ത് നിന്ന് ഞങ്ങൾ മരിച്ചു പോയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ദർശനം നഷ്ടപ്പെട്ടു പോയൊരു ജനത്തിന്റെ വാക്കുകളായത്. ഹല്ലേലൂയ. ഈ 12 പേര് 40 ദിവസം എടുത്തു. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, യഥാർത്ഥത്തിൽ 11 ദിവസം മതി ഈ സെയീർ പർവ്വതത്തിൽ നിന്ന് കാദേശ് ബർണയിൽ എത്തുവാൻ തക്കവണ്ണം. പക്ഷേ ഇവര് എടുത്ത വഴികൾ വേറെ വഴികളായിരിക്കാം, അറിയില്ല, നമുക്കറിയില്ല. പക്ഷെ ഇവര് ഈ 12 പേര് 40 ദിവസം എടുത്തു. 40 days they took to go to the land. ഹല്ലേലൂയ. 40 ദിവസം എടുത്തവർ പോകുവാൻ തക്കവണ്ണം. ഇവിടെ പറയുകയാണ്, ഇവർ പോയിട്ട് മടങ്ങി വന്ന് 10 പേര് പറഞ്ഞത് എന്താണെന്നറിയാമോ? ദേശം നല്ലതാണ്, കർത്താവ് പറഞ്ഞതൊക്കെ കറക്റ്റാണ്, അതിനകത്തൊരു വ്യത്യാസവുമില്ല. ദൈവം യഹോവ പറഞ്ഞു, ദേശം യഹോവ പറഞ്ഞതുപോലെ തന്നെ ഫലഭൂയിഷ്ഠമാണ്, അനുഗ്രഹമുള്ള ദേശമാണ്, നന്മയുള്ള ദേശമാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, നമുക്ക് അവിടെ എത്താൻ പറ്റത്തില്ല, നമ്മളെ കൊണ്ട് കഴിയത്തില്ല. They were just losing their faith in God. അതുവരെ അവരുടെ വിഷൻ എന്തായിരുന്നു അറിയാമോ? ഈ 10 പേരും മടങ്ങി വന്ന് ഈ ദുർവർത്തമാനം പറയുന്നത് വരെ ജനത്തിന്റെ ഹൃദയത്തിൽ ഉറപ്പെന്തെന്നറിയാമോ? ഞങ്ങൾ എവിടെയാ പോകുന്നത്? ഞങ്ങൾ കനാൻ ദേശത്തേക്കാ പോകുന്നത്. ഞങ്ങളെ ആരാണ് കൊണ്ടുപോകുന്നത്? ഞങ്ങളെ യഹോവയായ ദൈവമാണ് കൊണ്ടുപോകുന്നത്. അവിടെ എത്തുവോളം ഞങ്ങൾക്ക് തരുന്ന ആഹാരം തരുന്നവരാണ്, ദൈവമാണ് തരുന്നത്. ഞങ്ങളെ കാക്കുന്നവരാണ്, ദൈവമാണ് കാക്കുന്നത്. ശത്രുക്കൾ ഞങ്ങളെ സൂക്ഷിക്കുന്നവരാണ്, ദൈവമാണ് സൂക്ഷിക്കുന്നത്. കനാൻ ദേശത്ത് ഞങ്ങൾ എത്തുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട തരുന്നവരാണ്, ദൈവമാണ്. ഇതെല്ലാം നല്ല വിഷനോട് കൂടിയാ വന്നത്, നല്ല ദർശനത്തോടു കൂടി വന്നത്. എന്നാൽ നല്ല ദർശനം പ്രാപിച്ച ഒരു ജനത്തിന്റെ മധ്യത്തിൽ ഒരു ദുരുപദേശം കടന്നു വന്നപ്പോൾ, ഒരു ദുർവർത്തമാനം വന്നപ്പോൾ, അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. എന്താണെന്നറിയാമോ? ഞങ്ങൾ മരിച്ചുപോയാൽ മതിയായിരുന്നു, ഞങ്ങൾക്ക് ഇതിനേക്കാൾ നല്ലത് മിസ്രയീമായിരുന്നു.
എന്ന് പറഞ്ഞാൽ കഴിഞ്ഞകാല ജീവിതമായിരുന്നു ഞങ്ങൾക്ക് നന്നതെന്ന്, ഞങ്ങൾക്ക് ദൈവത്തെ അറിയേണ്ട കാര്യമില്ലായിരുന്നുവെന്ന്, ദൈവത്തിന്റെ ശബ്ദം കേട്ട് അവിടുന്ന് ഇറങ്ങി പുറപ്പെടേണ്ട കാര്യമില്ലായിരുന്നുവെന്ന്, ഞങ്ങൾ ആയിരുന്ന സ്ഥിതി തന്നെയായിരുന്നു ഞങ്ങൾക്ക് നല്ലതെന്ന്. അത് മാത്രമല്ല, അവർ സ്വയം ശപിക്കുകയാണ്. അവർ പറയുകയാണ് ഞങ്ങളൊന്ന് മരിച്ചുപോയാൽ മതിയായിരുന്നു. അത് ചിന്തിച്ചേ, ദർശനം നഷ്ടപ്പെട്ടു പോയൊരു ജനതയെ അവിടെ കാണുന്നത്. ഹല്ലേലൂയ. അവർ വാണ്ടർ ചെയ്യുവാനുള്ള കാരണം, അവരലയുവാനുള്ള കാരണം, അവരുടെ ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെടുവാനുള്ള കാരണം, ദൈവം കൊടുത്ത ദർശനത്തിൽ നിന്ന് അവർ മാറി ലോകത്തിലെ മനുഷ്യൻ പറഞ്ഞ ദർശനത്തിൽ അവർ വിശ്വസിക്കുവാനായിട്ട് തുടങ്ങി. ഇന്ന് സഭയുടെ പ്രശ്നം എന്താണെന്നറിയാമോ? ആദ്യകാലത്തിലെ വിശ്വാസികളെ പോലല്ല ഇന്ന്. ആദ്യകാലത്തിലെ വിശ്വാസികളുടെ മുമ്പിൽ മീഡിയകൾ കുറവായിരുന്നു, അല്ലേ? അവര് സഭയ്ക്കകത്തു നിന്ന് കേൾക്കുന്ന ദൈവവചനമായിരുന്നു അവരെ നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? വിശ്വാസികൾ സഭയ്ക്കകത്ത് കേൾക്കുന്ന ദൈവവചനത്തെക്കാൾ അധികം മീഡിയയിലൂടെ കേൾക്കുന്ന ദൈവവചനത്തിന് പിന്നാലെ ഇരിക്കും. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? എന്തെല്ലാം കേൾക്കുന്നുവോ അതെല്ലാം ആ വ്യക്തിയെ സ്വാധീനിക്കുവാൻ തക്കോണം ഇടയാകും. പണ്ടങ്ങനെയല്ലായിരുന്നു. പണ്ട് അവർക്ക് ദൈവവചനം കേൾക്കുവാൻ ഒരൊറ്റ സോഴ്സേ ഉള്ളായിരുന്നു. അത് ദൈവസഭയിലേക്ക് കടന്നു വന്ന് ദൈവവചനം വായിക്കുക, അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന വേദപുസ്തകം തുറന്ന് വിശുദ്ധ വചനം തുറന്ന് അവർ വചനം പഠിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഇത് രണ്ടുമില്ല. ഇന്ന് സഭയിൽ വന്നില്ലെങ്കിലും വചനം കേൾക്കാം എന്നുള്ള ചിന്താഗതിയിലേക്ക് മനുഷ്യൻ മാറി. ഈ വേദപുസ്തകം തുറക്കാൻ പോലും അവർക്ക് സമയമില്ല. വണ്ടി ഓടിക്കുന്ന സമയത്ത് ഓഡിയോയിലൂടെ വീഡിയോയിലൂടെ കേൾക്കുന്ന, യൂട്യൂബിലൂടെ കേൾക്കുന്ന വചനമാണ് അവരെ ഇന്ന് വചനമായി നടത്തുന്ന വചനം. ചിന്തിച്ചു നോക്കിക്കേ, മനുഷ്യൻ തെറ്റിപ്പോകുന്നതിനകത്ത് തെറ്റുണ്ടോ? ദൈവമക്കളെ, കർത്താവ് നേരിട്ട് സംസാരിക്കുന്ന ആലോചനകൾക്ക് പകരം മനുഷ്യൻ തന്റെ ബുദ്ധിയിലൂടെ തന്റെ വികലമായ ചിന്താഗതികൾ ഉപയോഗിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുന്ന വാക്കുകളാണ് ഇന്ന് വിശ്വാസികളെ പലരെയും നയിക്കുന്നത്. അങ്ങനെ ദർശനം ജനത്തിന് നഷ്ടപ്പെട്ടു. എന്തുപറ്റി? സ്വസ്ഥത നഷ്ടപ്പെട്ടു, സമാധാനം നഷ്ടപ്പെട്ടു, കുടുംബങ്ങൾ തകരാൻ തുടങ്ങി, സഭ ശിഥിലമാകാൻ തുടങ്ങി. ഇതേ അനുഭവമാണ് സഭയുടെ മധ്യത്തിൽ നിന്ന് നടക്കുന്നത്. ഇവിടെ നോക്കിയാൽ ദർശനം നഷ്ടപ്പെട്ട ഒരു ജനത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. ജീവിതത്തിൽ ആദ്യമായി അവരുടെ ജീവിതത്തിൽ ഭയം കടന്നു വന്നു. ഇവിടെ നോക്കിയേ, രാത്രി മുഴുവനും ആ സഭ നിലവിളിച്ചു കരയുന്നു. ഇതുവരെ അവർ കരഞ്ഞില്ലായിരുന്നു, കാരണം ദൈവം കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം. ഇപ്പോഴവർ എന്തിനാണ് കരയുന്നത്? ദൈവം അവരെ വിട്ടുപോയില്ല, പക്ഷേ ദൈവം കൂടെ ഉണ്ടായിട്ടും ദൈവം കൂടെ ഇല്ലെന്നുള്ളൊരു ചിന്ത അവരിലേക്ക് വന്നു. ആദ്യമായി അവരുടെ ഉള്ളിലേക്ക് ഭയം കടന്നു വന്നു. ഇന്ന് അനേക ദൈവമക്കളുടെ ഹൃദയത്തിൽ ഭയമാണ്. ഹല്ലേലൂയ. ലോകത്തെ ഒരിക്കലും ഭയപ്പെടരുതെന്ന്, പിശാചിനെ ഒരിക്കലും ഭയപ്പെടരുതെന്ന്, നിന്റെ സാഹചര്യങ്ങളെ ഒരിക്കലും ഭയപ്പെടരുതെന്ന് ഏതാണ്ട് 366 times, 364 times or 65 times somewhere I read it. എവിടെയോ ഞാൻ എടുത്ത് വായിച്ചത് ഓർമ്മയുണ്ട്. കർത്താവ് എഴുതിയിട്ടുണ്ട്, ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട എന്ന്. ഹല്ലേലൂയ. കർത്താവ് ഏറ്റവും കൂടുതൽ ജനത്തെ ബലപ്പെടുത്തുന്നത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ എന്റെ ദൈവമാകുന്നു എന്ന് പഴയ നിയമത്തിൽ പറയുമ്പോൾ പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞു, ബിഹോൾഡ് യു, ഐ വിൽ ബി വിത്ത് യു അൺടു ദി എൻഡ് ഓഫ് ദി ഏജസ്. കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യം ശിഷ്യന്മാരെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഭയപ്പെടേണ്ട 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 എന്ന് പറഞ്ഞ കർത്താവ് കൂടെ ഉണ്ടായിട്ടും നിന്റെ ഉള്ളിൽ ഭയം കടന്നു വരുന്നെങ്കിൽ അതിന്റെ കാരണം നിന്റെ ദർശനം നിനക്ക് നഷ്ടപ്പെട്ടു. യു ലോസ്റ്റ് യുവർ വിഷൻ. നിന്റെ ദർശനം നിനക്ക് നഷ്ടപ്പെട്ടു. മറന്നു പോകരുത് സഹോദരങ്ങളെ. ഇന്നത്തെ രാത്രി, ഇന്നത്തെ പകൽക്കാലം ദൈവവചനത്തിന്റെ മുമ്പാകെ നീ ഇരിക്കുന്നുവെങ്കിൽ നീ ആരുടെ വാക്കുകളാണ് കേൾക്കുന്നത്? ദൈവശബ്ദം കേൾക്കേണ്ട നീ മനുഷ്യന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ദൈവിക ജ്ഞാനം പ്രാപിക്കേണ്ട നീ മനുഷ്യന്റെ ജ്ഞാനത്തിന്റെ പിന്നാലെ പോകുന്നുവെങ്കിൽ നിന്റെ ഉള്ളിൽ ഭയം തന്നെ കടന്നു വരും. പിശാചിന് അതാ വേണ്ടത്, നിന്നെ ഭയപ്പെടുത്തുക, നിന്നെ തകർക്കുക. ഭയപ്പെടുന്ന ഒരു വ്യക്തിയെ തോൽപ്പിക്കുവാൻ ആർക്കും എളുപ്പമാ. ഹല്ലേലൂയ. നമ്മൾ മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. അവിടെ നോക്കിയേ, അവർ പറയുന്നു, ഒന്നവർ ഭയപ്പെട്ടു, രണ്ടാമത് എന്താണെന്നറിയാമോ? വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ഈ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിന്? ഈ പറഞ്ഞ ദേശത്തിലേക്ക് യഹോവ എന്തിനാ കൊണ്ടുപോകുന്നത്? They started blaming God. What a terrible state it is. അവർ ഭയപ്പെട്ടത് മാത്രമല്ല, സർവശക്തനായ ദൈവത്തെ അവർ ബ്ലെയിം ചെയ്യാനായിട്ട് തുടങ്ങി. ഇന്ന് സഭയിലേക്കൊന്ന് നോക്കിക്കേ, ശരിയല്ലേ? ഇന്ന് വിശ്വാസികൾ വിശ്വാസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് പകരം നമ്മുടെ ജീവിത ശൈലി കാണിക്കുന്നത് ദൈവത്തെ കുറ്റം പറയുന്ന രീതിയിലാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മുടേതായിട്ടുള്ള ചില ചിന്തകളിൽ ദൈവത്തെ നാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ നമ്മുടെ ഭാവനയിൽ തന്നെ നമ്മളങ്ങ് കാണുകയാണ്. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ അനദർ ജീസസ്, മറ്റൊരു യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. മറ്റൊരു സുവിശേഷമാണ് നമ്മൾ കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്നത്. ബൈബിള് വിട്ടുമാറിയ നമ്മുടെ ജീവിതം. കാരണം ബൈബിൾ പഠിക്കുവാൻ നമുക്ക് സമയമില്ല.
ബൈബിളിന്റെ മുമ്പിൽ ഇരിക്കുവാൻ നമുക്ക് സമയമില്ല. നമ്മൾ ഇരിക്കുന്നത്, വാ തുറന്നിരിക്കുന്നത് ഏതെങ്കിലും ക്ലവർ ഐഡിയയും കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു ഒരു ഐഡിയോളജിസ്റ്റിന്റെ പിന്നാലെ നമ്മൾ ഇരിക്കും. പുതിയ വി നീഡ് ഇന്നോവേറ്റീവ് ഐഡിയാസ്. പുതിയ കാര്യങ്ങളാണ് നമുക്ക് കേൾക്കേണ്ടത്. Hallelujah. No wonder we keep ourselves away from the true God. യഥാർത്ഥ ദൈവത്തിൽ നമ്മൾ മാറിപ്പോകും. ദൈവത്തെ ബ്ലെയിം ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറും. എല്ലാത്തിനും എനിക്ക് കുഴപ്പമില്ല, എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ആരാ തെറ്റ് ചെയ്തത്? ദൈവമാണ് തെറ്റ് ചെയ്തത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും വാ കൊണ്ട് പറയുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നതെന്ന് അറിയാമോ? നമ്മുടെ ദോഷങ്ങളല്ല ഇതിനൊന്നിനും കാരണം. ഇതിന്റെ കാരണമെല്ലാം ദൈവത്തിന്റെ ദോഷം. ദൈവം എന്നെ കൈവിട്ടത് കൊണ്ടാണ്. ഹല്ലേലൂയ. ചിന്തിച്ചേ. And they started speaking negative. ചിന്തിച്ചു നോക്കണമേ. They started speaking negative. അവിടെ എഴുതിയിരിക്കുന്നത് എന്താ അറിയാമോ? ഞങ്ങൾ മരിച്ചു പോയെങ്കിൽ കൊള്ളാമായിരുന്നു. അത് മാത്രമല്ല, അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചു പോയാൽ കൊള്ളാമായിരുന്നു. മിസ്രൈം ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചു പോയാൽ കൊള്ളാമായിരുന്നു. നെഗറ്റീവ് വേർഡ്സ് ആ വരുന്നത്. സദൃശവാക്യങ്ങൾ 18-ാം അധ്യായം 21-ാമത്തെ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്തെന്നറിയാമോ? ജീവനും മരണവും നമ്മുടെ നാവിന്റെ അധികാരത്തിൽ തന്നെ ഇരിക്കുന്നു. അതിലിഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. അങ്ങനെ എഴുതിയിരിക്കുന്നത്. If we started speaking negative things, if we started promoting the spirit of death, നമ്മൾ മരണത്തിന്റെ ആത്മാവിന്റെ അല്ലെങ്കിൽ നെഗറ്റീവ്, വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നാൽ, കൺഫസ് ചെയ്തുകൊണ്ടിരുന്നാൽ, ദൈവത്തിന്റെ വചനം പറയുന്നു അതിലിഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. Proverbs chapter 18:21. നമ്മൾ മനസ്സിലാക്കണമേ സഹോദരങ്ങളെ, ഈ മനുഷ്യരത് അനുഭവിച്ചു. ഇവരെന്തോ പറഞ്ഞത്? ഞങ്ങൾ ഈ മരുഭൂമിയിൽ വെച്ച് മരിച്ചു പോയാൽ മതിയായിരുന്നു. അവർ മരിച്ചില്ലേ? എല്ലാവരും പറഞ്ഞു മരിച്ചു. അവർ പറഞ്ഞത് തന്നെ അവർക്ക് ഭവിച്ചു. ദൈവം അതിനെ കൈവിട്ടു കൊടുത്തു. യെസ്, നീ അതല്ലേ ആഗ്രഹിക്കുന്നത്? നീ പറയുന്നു, അവർ പറയുന്നു ഈ കുഞ്ഞു കുട്ടികളെല്ലാം ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുകുട്ടികൾ, ഈ കുഞ്ഞുങ്ങളെല്ലാവരും. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. 14-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറയുന്നു, 31-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ നിങ്ങൾ കൊള്ളയായി പോകുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെ ഞാൻ അതിൽ കടക്കുമാറാക്കും. നിങ്ങൾ നിരസിച്ചിരിക്കുന്ന ദേശത്തെ അവർ അറിയും. ഇവർ എന്തുവായിരുന്നു പറഞ്ഞെന്നറിയാമോ? ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം കൊള്ളയായി പോകുമെന്ന്. പക്ഷെ ആ കൊള്ളയായി പോകുമെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് കർത്താവ് വാഗ്ദത്തം കൊടുത്തു. ഈ മരുഭൂമിയിൽ മരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവരെ മരിക്കുവാൻ്റെ പോണം ദൈവം കൈവിട്ടു. സഹോദരങ്ങളെ, എപ്പോഴും ചിന്തിക്കണമേ, നമ്മുടെ വായിൽ വരുന്ന വാക്കുകൾ, ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ആ കൺവിക്ഷൻസ്, നമ്മുടെ ആ ദർശനം, ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ നമ്മൾ തൽക്കാല സുഖത്തിന് വേണ്ടി, തൽക്കാല വിടുതലിന് വേണ്ടി നമ്മൾ അഭയം പ്രാപിക്കുന്ന മാർഗങ്ങൾ, നമ്മൾ കേൾക്കുന്ന വ്യക്തികൾ, നമ്മൾ ഫോളോ ചെയ്യുന്ന ഐഡിയോളജീസ് ദൈവവചന വിരുദ്ധമാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നാശത്തിലേക്ക് തന്നെ ഭവിക്കും. ഈ ലോകത്തിൽ അലയുവാൻ്റെ കോണം, വിശ്വാസ ജീവിതത്തിൽ അലഞ്ഞു പോകുവാൻ്റെ കോണം ഇടയാകും. അലയുക എന്ന് പറഞ്ഞാൽ വാണ്ടറിങ്, വലഞ്ഞുപോയ ലോത്തിനെ പോലെ. വചനത്തിൽ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, വലഞ്ഞുപോയ ലോത്തെന്ന്. ആ വലഞ്ഞുപോയ ലോത്തിനെ പോലെ ഒരു വിശ്വാസിയായി നീയും ഞാനും മാറും. അങ്ങനെ മാറാതിരിക്കാനാണ് കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് തരുന്നത്. ഒരു മനോഹര വാക്യം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ വേണ്ടി യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചേ. പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും എന്റെ ആത്മാവിനെ കൂടാതെ സഖ്യം ചെയ്യുകയും ഫറവോന്റെ സംരക്ഷണയിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിനും മിസ്രൈമിന്റെ നിഴലിൽ ശരണം പ്രാപിക്കേണ്ടതിന് എന്റെ അരുളപ്പാട് ചോദിക്കാതെ മിസ്രൈമിലേക്ക് പോവുകയും ചെയ്യുന്ന മത്സരമുള്ള മക്കൾക്ക് അയ്യോ കഷ്ടം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ ഫറവോന്റെ സംരക്ഷണം നിങ്ങൾക്ക് നാണമായും മിസ്രൈമിന്റെ നിഴലിലെ ശരണം ലജ്ജയായും ഭവിക്കും. ഇതെന്തെന്നറിയാമോ ഈ കാണിക്കുന്നത്? ഇപ്പൊ ഈ പറഞ്ഞ അനുഭവത്തിന്റെ വേറൊരു റിഫ്ലക്ഷനാണ് ഇവിടെ യെശയ്യാവ് പറയുന്നത്. യെശയ്യാവ് പറയുകയാണ്, പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും എന്റെ ആത്മാവിനെ കൂടാതെ സഖ്യം ചെയ്യുകയും ചെയ്തിട്ട് ഫറവോന്റെ സംരക്ഷണയിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിന് മിസ്രൈമിന്റെ നിഴലിൽ ശരണം പ്രാപിക്കേണ്ടതിനും എന്റെ അരുളപ്പാട് ചോദിക്കാതെ മിസ്രൈമിലേക്ക് പോവുകയും ചെയ്യുന്ന മത്സരമുള്ള മക്കൾക്ക് അയ്യോ കഷ്ടം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ആരുടെ ആലോചനകളാണ് കേൾക്കുന്നത്? ലോകത്തിലുള്ളവരുടെ ആലോചനകളാണ് കേൾക്കുന്നത്. ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടായാൽ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ആലോചന ചോദിക്കേണ്ട നമ്മൾ ഓടുന്നത് എവിടാന്നറിയാമോ? കൂട്ടുകാരുടെ അടുത്തോട്ടാ ഓടുന്നത്, നാട്ടുകാരുടെ അടുത്തോട്ടാ ഓടുന്നത്, അല്ലേ? കാരണം നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ സംരക്ഷണയല്ല, നമുക്ക് വേണ്ടത് ഫറവോന്റെ സംരക്ഷണയാണ്.
ഫറവോൻ ഇന്നത്തെ കാലഘട്ടത്തെ കാണിക്കുന്നത് ലോകത്തെയാണ് കാണിക്കുന്നത്, പിശാചിനെയാണ് കാണിക്കുന്നത്, ശത്രു, ദൈവത്തിനെതിരെ നിൽക്കുന്ന ശത്രുവിനെയാണ് ഫറവോൻ കാണിക്കുന്നത്. ഇവിടെ ഇസ്രായേൽ മക്കളെ ഫറവോന്റെ സംരക്ഷണം, ഫറവോന്റെ ആധിപത്യത്തിൽ നിന്ന്, ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് ദൈവം വിടുവിച്ചത് എന്തിനെന്നറിയാമോ? തന്നോടുകൂടെ സ്വസ്ഥതയിൽ വസിക്കുവാനാ. എന്നാൽ വിടുവിക്കപ്പെട്ട ജനം പറയുക, ഞങ്ങൾക്ക് ഫറവോന്റെ അടിമത്വം തന്നെയായിരുന്നു നല്ലത്. അതാ മുമ്പേ നമ്മൾ വായിച്ചത്. ഞങ്ങൾക്ക് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുന്നതായിരുന്നു നല്ലത്. എത്രയോ ദൈവമക്കൾ എന്ന് പറയുന്നവർ എന്നോട് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, കർത്താവിനെ അറിഞ്ഞപ്പോഴാ ശോധന കൂടിയെ തുടങ്ങിയത്. ബൈബിളിൽ എവിടെയെങ്കിലും അത് എഴുതിയിട്ടുണ്ടോ ദൈവമക്കളെ? ഈ കർത്താവിനെ അറിയുന്നത് വരെ ഒരു കുഴപ്പം. എന്നോട് പറഞ്ഞിട്ടുള്ള വിശ്വാസികളെ എനിക്കറിയാം, പക്ഷെ അവരുടെ ജീവിതത്തിലേക്ക് ഞാൻ നോക്കിയിട്ടുണ്ട്, കഷ്ടം തന്നെയാണ് അവരുടെ ജീവിതം. കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്വസ്ഥത കിട്ടിയതെന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് മഹത്വമാണ്. കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യാശ ഉണ്ടായെന്ന് പറഞ്ഞാൽ അത് മഹത്വമാണ്. കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശോധനകൾ ഉണ്ടാകാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അത് കേട്ട് ഏതെങ്കിലും ഒരു വ്യക്തി കർത്താവിലേക്ക് പിന്നെ വരുമോ? അതിന്റെ അർത്ഥം എന്തുവാ? കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ശോധന വർദ്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ കർത്താവിനെ അറിയാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഫറവോന്റെ സംരക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെന്ന് കർത്താവ് പറഞ്ഞു. നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾക്ക് ഹാ കഷ്ടം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കർത്താവ് നമ്മളെ വിളിച്ചുവെങ്കിൽ ഈ മരുഭൂപ്രയാണം കഴിയുന്നത് വരെ അവിടെ നമ്മുടെ കൂടെ ഇരിക്കും. സാഹചര്യങ്ങൾ എന്തുമായിക്കോട്ടെ, എത്ര പ്രതികൂലമാണെന്ന് പിശാച് പറഞ്ഞാലും ശരി, അതിന്റെ മധ്യത്തിൽ നിന്നെ സൂക്ഷിക്കുവാൻ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി നിന്റെ കൂടെ ഉണ്ട്. നിന്റെ വിശപ്പകറ്റുവാൻ, സ്വർഗത്തിൽ നിന്ന് മന്ന തന്ന് നിന്നെ പോഷിപ്പിക്കുവാൻ കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. ഒരു സാഹചര്യങ്ങളും കർത്താവിന് വലുതല്ല, കർത്താവിന് പ്രതികൂലമല്ല. എന്റെ ദൈവം എന്നോട് കൂടി ഉണ്ടെങ്കിൽ ഈ മതിൽ ഞാൻ ചാടി കടക്കും. എരിഹോ കോട്ട എനിക്ക് പ്രശ്നമല്ല, ചെങ്കടൽ എനിക്ക് പ്രശ്നമല്ല. എന്റെ വാഗ്ദത്ത നാടിന് മുമ്പിൽ എനിക്കെതിരെ എന്റെ വാഗ്ദത്ത ദേശത്ത് ഞാൻ എത്തുന്നതിന് തടസ്സമായി എരിഹോ മതിൽ കൊണ്ടുവരട്ടെ പിശാച്, ചെങ്കടൽ കൊണ്ടുവരട്ടെ, യോർദാൻ കൊണ്ടുവരട്ടെ. പക്ഷെ എന്റെ കർത്താവ് ഉണ്ടെങ്കിൽ, അവന്റെ നിയമപ്പെട്ടകം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഇതിനൊക്കെയും അതിജീവിച്ച് ഞാൻ അപ്പുറത്ത് പോകും. അത് പറയുമ്പോഴാണ് ദൈവം മഹത്വപ്പെടുത്തുന്നത്. അതല്ല ഈ മരുഭൂമിയിൽ മരിക്കുവാന്റെ കോണം യഹോവ ഞങ്ങളെ എന്തിനാ കൊണ്ടുവന്നത്? ഫറവോന്റെ സംരക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. അവിടുത്തെ വെളുത്തുള്ളിയും അവിടുത്തെ ഉള്ളിയും അവിടുത്തെ മത്തങ്ങായും ഇതൊക്കെയായിരുന്നു നല്ലതെന്ന് നീ പറഞ്ഞാൽ നീ മരുഭൂമിയിൽ അലയുകയല്ലാതെ മറ്റെന്താ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? കാരണം ദൈവം നിന്നെ കൈവിടുകയാ. ദൈവത്തോട് നീ മറുതലിക്കുമ്പോൾ, ദൈവത്തെ നീ വെറുപ്പിക്കുമ്പോൾ, ദൈവം നിന്നോട് കൂടെ എങ്ങനെ കൂട്ടായ്മ അനുഭവിക്കും? മുന്നോട്ട് ഞാൻ പോകട്ടെ. പ്രോവർബ്സ് 3-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ ധരിച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. He will straighten your path. He will straighten your path. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. കാരണം നിന്റെ വഴി നിനക്ക് നിശ്ചയമില്ല, നിന്റെ ഭാവി എങ്ങനെയാണെന്ന് നിനക്ക് അറിയില്ല. ശരിയല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് എങ്ങോട്ടേലും ഒരു വഴിക്ക് പോവുകയാണെങ്കിൽ ഇന്ന് വണ്ടിയും എല്ലാം കിട്ടും. നമുക്ക് ഏത് വണ്ടിയെ കയറിയിരുന്നാലും ആ ബോർഡൊക്കെ വെച്ചേക്കുന്ന കറക്റ്റ് വണ്ടിയാണെങ്കിൽ അവിടെ എത്തും. പക്ഷെ പണ്ട് അങ്ങനൊന്നും ഇല്ലായിരുന്നു. പണ്ട് വണ്ടി ഇല്ലാത്ത കാലഘട്ടത്തിൽ, ഗതാഗതം ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ അപ്പന്റെയും അമ്മയുടെയും കൈ പിടിച്ചൊരു കുഞ്ഞിറങ്ങിയാൽ അവർ കൈവിടത്തില്ല. കുഞ്ഞ് എന്താണെന്നറിയാമോ? വഴി തെറ്റിപ്പോവും. നമ്മുടെ ഭാവിയെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കറിയാം? അടുത്ത വർഷം ഈ സമയത്ത് നമ്മൾ എന്തായിരിക്കുമെന്നും എങ്ങനെയായിരിക്കുമെന്നും നമുക്കറിയാമോ? Do we have any idea of the future we are going into? Future is uncertain and it is hidden. We don't know anything about our future. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? യഹോവയിൽ തന്നെ പൂർണ്ണമായി നമ്മൾ ആശ്രയിക്കുക. അതാ സദൃശ്യവാക്യത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ നീ ഊന്നരുതെന്ന്. നീ നിന്റെ വഴിയെ അന്വേഷിക്കരുതെന്ന്. നീ ദൈവം പറയുന്ന വഴിയിലൂടെ പൂർണ്ണമായി പൊയ്ക്കൊണ്ടിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. പകുതി വഴി വെച്ച് ഇതാണ് ട്രേഡിങ്, ഇവിടെ ഞാൻ തിരിയാൻ പോവുകയാണ്, ഇത് കുറുക്ക് വഴിയാ, പെട്ടെന്ന് മുമ്പിലെത്തുമെന്ന് പറഞ്ഞ കുറുക്ക് വഴികൾ നീ ആശ്രയിക്കരുതെന്ന്. കുറുക്ക് വഴി പറഞ്ഞു തരുവാൻ തക്കവണ്ണം മനുഷ്യനുണ്ട് കൂടെ. മനുഷ്യനെ ഉപയോഗിക്കുവാൻ പിശാച് അവന്റെ പിന്നിലുണ്ട്. കർത്താവേ, എത്ര സമയം എടുക്കേണ്ടി വന്നാലും ശരി, ഇറ്റ് ഡസന്റ് മാറ്റർ ഹൗ ലോങ് ഐ ടേക്ക്, ബട്ട് ഐ വാണ്ട് എ റൈറ്റ് വേ വിത്ത് യു. അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ അവൻ വഴിയിൽ അലയത്തില്ല. നമ്മൾ കുറുക്ക് വഴി എടുക്കുമ്പോഴല്ലേ വഴി തെറ്റുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. ശരിയല്ലേ? നമ്മൾ വഴി തെറ്റുന്നത് സ്ട്രെയിറ്റ് പാത്തിലൂടെ പോയി ഹൈവേയിലൂടെ വണ്ടി ഓടിച്ച് ആ സൈൻ ബോർഡ് കണ്ടിട്ട് അല്ലെങ്കിൽ മാപ്പ് കണ്ട് ഓടിക്കുന്ന വ്യക്തിക്ക് വഴി തെറ്റത്തില്ല. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ആരോടെങ്കിലും വഴി ചോദിക്കുമ്പോൾ അവനൊരു വഴി പറഞ്ഞത് അത് കുറുക്ക് വഴിയാണെങ്കിൽ അവിടെ കിടന്ന് നമ്മൾ കറങ്ങും. അനേകരും നലയുന്നതിന്റെ കാരണം മനുഷ്യന്റെ കുറുക്ക് വഴികളെ കേട്ടാണ്.
ദൈവത്തിന്റെ ആലോചനയും ദൈവത്തിന്റെ വഴിയും അന്വേഷിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ അലയത്തില്ല. ആ വ്യക്തിയുടെ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ട്, ഉറപ്പുണ്ട്. കാരണം എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്. ഞാൻ ചെയ്യുന്നതൊക്കെയും എന്റെ കർത്താവ് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ദർശനം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. നിന്നെ വിളിച്ചിറക്കിയപ്പോൾ നിനക്ക് തന്ന ദർശനം എന്താണോ, നീ എത്തുന്ന സ്ഥലം വരെയും ആ ദർശനം തന്നെ നിന്നെ നടത്തണം. വഴിമധ്യേ പലതും പറഞ്ഞെന്നിരിക്കും. 10 പേര് വലിയ ജനം വന്ന് വലുത് പറഞ്ഞെന്നിരിക്കും. ഒത്തിരി ജനം കൂടി ഉള്ളത് കൊണ്ട് I tell you, my brother, my sister, never trust the word of the majority if God is not with them. നിന്നോട് പറയുന്ന കൂട്ടർ എത്ര കൂടുതലായാലും ദൈവം അവരുടെ കൂടെ ഇല്ലെങ്കിൽ അവരുടെ വാക്ക് നീ കേൾക്കരുത്, അവരുടെ വാക്ക് നീ കേൾക്കരുത്. ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കണം. ഈ ജനത്തിന് പറ്റിയ കുഴപ്പം എന്താണെന്നറിയാമോ? 10 പേരുടെ വാക്ക് അവർ കേട്ടു, 2 പേരുടെ വാക്ക് അവർ കേട്ടില്ല. അവർ ജനത്തിന്റെ എണ്ണത്തെയാണ് നോക്കിയത്. അതുമല്ല, പ്രഭുക്കന്മാരെ വിട്ട്. അതാ ഞാൻ മുമ്പേ ആ വാക്യം എടുത്ത് പറയുവാൻ്റെ ഉദ്ദേശിച്ചത്. സാധാരണ ജനത്തെ കുറിച്ചല്ല, പ്രഭുക്കന്മാരെയാണ് അയച്ചത്. അപ്പൊ 10 പ്രഭുക്കന്മാർ വന്നെങ്കിൽ ജോഷുവയെക്കാളും കാലേബിനേക്കാളും വിദ്യാഭ്യാസമുള്ളവർ കാണും, ഗാംഭീര്യമുള്ളവർ കാണും, ഒരുപക്ഷെ പ്രായമുള്ളവർ, പരിചയമുള്ളവർ കാണും. അവരുടെ ഒക്കെ വാക്കുകൾ നോക്കി പണ്ടൊരാളെന്നോട് ചോദിച്ചതാ, PhD കിട്ടിയ ആ പുള്ളിക്കാരൻ പറയുന്നത് തെറ്റാകുന്നത് എങ്ങനെയാണ് എന്നോട് ചോദിച്ചു. ഒരാളോട് സുവിശേഷം പറഞ്ഞപ്പോൾ ആ വ്യക്തി എന്നോട് ഇങ്ങോട്ട് ചോദിച്ചതാ, വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് ചോദിച്ചതാ, ഡോക്ടറേറ്റ് കിട്ടിയ PhD കിട്ടിയിരിക്കുന്ന ആ പുള്ളിക്കാരൻ പറയുന്നത് തെറ്റാണെന്ന് എന്താ പറയുന്നത്? ഇന്ന് മനുഷ്യന്റെ കുഴപ്പം അതാ. കാണപ്പെടാത്ത ദൈവത്തിന്റെ മുമ്പിൽ കാണപ്പെടുന്ന മനുഷ്യനെ കമ്പയർ ചെയ്ത് നോക്കും. സഹോദര സഹോദരി, ദർശനം നഷ്ടപ്പെടാതെ നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. രണ്ടാമത്, they rebelled with the authority. ദൈവമാക്കി വെച്ചിരിക്കുന്ന അധികാരത്തിനെതിരെ അവർ നിന്നു. ഇവിടെ നോക്കിക്കേ, ഈ വാക്യത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. 2-ാമത്തെ വാക്യം ആദ്യം പറയുന്നു, 14:2. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. അത് മാത്രമല്ല, താഴേക്ക് വായിച്ചു വരുമ്പോൾ 10-ാമത്തെ വാക്യം പറയുന്നു, അപ്പോൾ അവരെ കല്ലെറിയണമെന്ന് സഭയെല്ലാം പറഞ്ഞു. ആരെ? യോശുവയെയും കാലേബിനെയും. അതായത് ദൈവത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത ജനത്തെ കല്ലെറിയണമെന്ന്, അവരുടെ വാക്ക് കേൾക്കരുതെന്ന്, അവർക്ക് കീഴ്പ്പെടുത്തരുതെന്ന് ജനം പറഞ്ഞു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എപ്പോഴും ഓർക്കണമേ, ദൈവത്തിങ്കിലേക്ക് നിന്നെ എത്തിക്കുവാൻ കഴിയുന്നത് ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യർക്ക് മാത്രമേ പറ്റൂ. നിങ്ങൾക്കറിയാമോ, ഇന്ന് സഭകളിലൊക്കെ ഇലക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ? ഇലക്ഷൻ, മനുഷ്യൻ തെരഞ്ഞെടുക്കുക. മനുഷ്യന് വേണ്ടി മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന വ്യക്തികളാണ് ഇന്നത്തെ പലപ്പോഴും പല സഭകളും നയിക്കുന്നത്, പല സഭയുടെയും തീരുമാനമെടുക്കുന്നത്. ആരാധനാ ശുശ്രൂഷകൾ എങ്ങനെ വേണം, കൺവെൻഷൻ എങ്ങനെ നടക്കണം, ആര് പ്രസംഗിക്കണം, ആര് പ്രസംഗിക്കരുത്, പ്രസംഗത്തിന് എത്ര മിനിറ്റ് ദൈർഘ്യം വേണം, ഏത് സബ്ജക്റ്റ് ആയിരിക്കണം പ്രസംഗിക്കേണ്ടത്, ഇതൊക്കെ പലതും തെരഞ്ഞെടുക്കുന്നത് പല സഭകളിലും. എന്താ നടക്കുന്നതെന്ന് അറിയാമോ? മനുഷ്യൻ തെരഞ്ഞെടുത്ത മനുഷ്യന്റെ നേതാക്കന്മാരാണ്. എന്നാൽ ദൈവവചനത്തിൽ ആദ്യമായിട്ടൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? മനുഷ്യൻ തെരഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പ് ഇതേ അധ്യായത്തിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എവിടെ എഴുതിയിരിക്കുന്നത്? 4-ാമത്തെ വാക്യം, 14:4. ദർശനം നഷ്ടപ്പെട്ട ഒരു ജനം സ്വയം ഒരു തീരുമാനമെടുക്കുകയാണ്. 4-ാമത്തെ വാക്യത്തിൽ, നാം ഒരു തലവനെ നിശ്ചയിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോവുക എന്നും അവർ തമ്മിൽ പറഞ്ഞു. നമുക്ക് കണ്ടോ? ദർശനം നഷ്ടപ്പെട്ടു പോയൊരു ജനം, ദൈവത്തെ മറന്ന ഒരു ജനം, ദൈവത്തെ ബ്ലെയിം ചെയ്ത, ദൈവത്തെ കുറ്റപ്പെടുത്തിയ ഒരു ജനം, ഭയം കൊണ്ട് നിറഞ്ഞ ഒരു ജനം, സ്വസ്ഥത മാറിപ്പോയൊരു ജനം പറയുകയാണ്, നമുക്കൊരു നേതാവിനെ തെരഞ്ഞെടുത്ത് എങ്ങോട്ടേക്ക് പോകാമെന്ന? കനാൻ ദേശത്തേക്ക് പോകാമെന്നല്ല പറഞ്ഞത്, മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകാം. ദൈവം തെരഞ്ഞെടുത്ത മോശയും അഹരോനും അവരെ കൊണ്ടുപോയത് മിസ്രൈമിലേക്കല്ല, അവർ കൊണ്ടുപോയത് ദൈവം പറഞ്ഞ വാഗ്ദത്ത ദേശത്തേക്ക്. എന്നാൽ ഇവിടെ പറയുക, നമുക്കൊരു നേതാവിനെ തെരഞ്ഞെടുത്തിട്ട് വന്നിടത്തോട്ട് മടങ്ങിപ്പോകാം. മനുഷ്യൻ തെരഞ്ഞെടുക്കുന്ന നേതാവ്, മാനുഷിക നേതാവ് നിന്നെ അടിമത്വത്തിലേക്ക് നയിക്കുമ്പോൾ, ദൈവം തിരഞ്ഞെടുത്ത ഒരു ദൈവദാസന് മാത്രമേ, ഒരു ദൈവദാസന്മാർക്ക് മാത്രമേ നിന്നെ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിലേക്ക് നയിക്കുവാനായിട്ട് പറ്റൂ. ഇന്ന് ആരുടെ വാക്കാണ് നമ്മൾ കേൾക്കുന്നത്? മറന്നു പോകരുത് സഹോദരങ്ങളെ, ആരുടെ വാക്ക് കേൾക്കാനാ നമുക്ക് താല്പര്യം? എത്രയും പേര് കൂടുണ്ടോ? കൂടുതലുള്ള ഈ ബഹുഭൂരിപക്ഷ പക്ഷം കേൾക്കാനാണ് നമുക്ക് താല്പര്യം അല്ലേ? അവർ പറയുന്നത് നമുക്ക് ശരി. സഭയില് അടുത്ത ശുശ്രൂഷകൻ ആരാന്ന് തീരുമാനിക്കുന്നതാ? ഭൂരിപക്ഷമാ തീരുമാനിക്കുന്നത്. അവരുടെ ദൈവം ഉണ്ടോ ഇല്ലയോ അത് വിഷയമല്ല, അവരുടെ വാക്കാണ് ഇവിടെ ബലം. ഇവിടെ 10 പേരുമെന്ന് പറഞ്ഞതുപോലെ. പക്ഷെ അവർ നയിക്കുന്നതിനെ അടിമത്വത്തിലേക്കാണെന്നുള്ള സത്യം നീ മറന്നു പോകുന്നു. കാരണം വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ദൈവത്തെ അറിഞ്ഞ വ്യക്തിക്ക്, ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിക്ക് കഴിയത്തുള്ളൂ. മറന്നു പോകരുത് സഹോദരങ്ങളെ, ഈ വാക്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.
ഹല്ലേലൂയ. They rebelled with the authority. 14-ാമത്തെ വാക്യത്തിന്റെ 5-ാമത്തെ വാക്യം എന്ന് നിങ്ങൾ നോക്കിക്കേ. ഈ 14-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം സംഖ്യാപുസ്തകത്തില്, അപ്പോൾ മോശയും അഹരോനും ഇസ്രായേൽ സഭയുടെ മുമ്പാകെ ഇസ്രായേൽ സഭയുടെ സർവ്വസംഘത്തിന്റെയും മുമ്പാകെ കവിണ്ണു വീണു. ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മളിപ്പോൾ ഒരു നേതാവിനെ നിശ്ചയിച്ചും ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോകാമെന്നുള്ള ശബ്ദം കേട്ടപ്പോൾ ദൈവത്തിന്റെ ദാസന്മാരായ മോശയും അഹരോനും എന്ത് ചെയ്യുന്നറിയാമോ? ദൈവജനത്തിന്റെ മുമ്പാകെ കമന്നു വീണത്. എന്തിനാണെന്നറിയാമോ? അവരോട് യാചിക്കുക, നിങ്ങൾ അങ്ങനെ ചെയ്യരുതേ എന്ന്. ദൈവത്തിന്റെ മുമ്പാകെ കമന്നു വീണ നല്ല എഴുതിയിരിക്കുന്നത്. അത് പിന്നെ ചെയ്യുന്നുണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ. ഇപ്പൊ ഇവരുടെ മുമ്പാകെ യാചിക്കുക, നിങ്ങൾ അങ്ങനെ ചെയ്യരുതേ, നിങ്ങൾ അബദ്ധം കാണിക്കരുത്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ദൈവം ഞങ്ങളിലൂടെ നിങ്ങളെ ഇവിടത്തോളം കൊണ്ടുവന്നത്. ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. അവിടുന്ന് വാക്കുമാറ്റുന്നവനല്ല. നിങ്ങൾ കാണാത്ത പലതും ഞങ്ങൾ കണ്ടിരിക്കുന്നു. ജനത്തോട് പറയാൻ, നിങ്ങൾ അബദ്ധം കാണിക്കരുത്. ജനത്തിന്റെ മുമ്പാകെ ആ ദൈവ മനുഷ്യർ കമന്നു വീണെന്ന് എഴുതിയിരിക്കുന്നത്. ഇന്ന് അനേക സഭകളിൽ ദൈവദാസന്മാർ നെഞ്ചുപൊട്ടി നിലവിളിക്കുകയാ ആ ദൈവസഭയിൽ കാണുന്ന ദുഷ്മാർഗങ്ങൾ കണ്ടിട്ട്. ദൈവത്തിനെതിരെ നിൽക്കുന്ന ഒരു ജനത്തെ കണ്ട്, മറുതലിക്കുന്ന ഒരു ജനത്തെ കണ്ട് ശുശ്രൂഷകരുടെ നെഞ്ചുപൊടുകയാണെന്ന്. മോശയും അഹരോനും ദൈവജനത്തിന്റെ മുമ്പാകെ കവിണ്ണു വീണവരോട് യാചിച്ചതുപോലെ ഇന്ന് അനേക ശുശ്രൂഷകർ, ദൈവദാസന്മാര് ദൈവജനത്തിന്റെ മുമ്പാകെ യാചിക്കുകയാണ്. നിങ്ങൾ ഈ അബദ്ധം കാണിക്കരുത്, നിങ്ങളിങ്ങനെ പറയരുത്, നിങ്ങളിങ്ങനെ ചെയ്യരുത്, നിങ്ങൾ നിങ്ങളുടെ വഴികളിൽ പോകരുത്, അപകടമാണ് നിന്റെ മുമ്പിൽ. ആര് കേൾക്കുന്നു? മോശയും അഹരോനും അവിടെ മാത്രമല്ല, പിന്നീട് ഈ വാക്യത്തെ അധ്യായം താഴേക്ക് വായിച്ചു വരുമ്പോൾ യഹോവയായ ദൈവം മോശയോട് പറയാ, ഇവരെ ഞാൻ ഉന്മൂലനാശം ചെയ്യാൻ പോകുക, എന്നിട്ട് നിന്റെ കുടുംബത്തിൽ നിന്ന് നിന്നെ ഞാൻ ഒരു ജാതിയാക്കാൻ പോകുകയാണ്. അവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. കർത്തൃദാസനായ ദൈവദാസനായ മോശ പറഞ്ഞ, അരുത് യഹോവേ, അരുത്, അരുത് ദൈവമേ, അരുത്. അവിടെ ഇറ്റ് ഇസ് എ ടെസ്റ്റ് ഓഫ് എ സെർവന്റ് ഓഫ് ഗാഡ്. ഇറ്റ് ഇസ് എ ടെസ്റ്റ് ഓഫ് എ മാൻ ഓഫ് ഗാഡ്. ഒരു ദൈവ മനുഷ്യന്റെ മേലുള്ള ഒരു ടെസ്റ്റാണ്. ദൈവം പറഞ്ഞു, ഇവരെല്ലാം നശിപ്പിച്ചിട്ട് ഞാൻ നിന്നെ ഉയർത്താൻ പോകുകയാ, നിന്റെ കുടുംബത്തെ ഉയർത്താൻ പോകുകയാ, നിന്റെ തലമുറകളെ ഞാൻ ഒരു ജാതിയാക്കാൻ പോകുക എന്ന് പറഞ്ഞപ്പോൾ ദൈവജനത്തെ സ്നേഹിച്ച മോശ പറയുന്നുണ്ട്. അവിടെ താഴേക്ക് നിങ്ങൾ വായിക്കണം. അത് ഈ അധ്യായം നിങ്ങൾ വായിക്കണം. ഒന്നല്ല, രണ്ടല്ല, പല തവണ ഈ അധ്യായം വായിക്കണം. കാരണം ഇത് നമുക്കൊരു ഒരു പാഠമായി തീരണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ. അതുകൊണ്ടാണ് യൂദയിലൂടെ കർത്താവ് വചനം തന്നത്. മിസ്രയീമിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു ജനം അനുസരണയില്ലായ്മ കാണിച്ചതുകൊണ്ട് പിന്നത്തേതിൽ നശിപ്പിക്കപ്പെട്ടത്. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ സഹോദരങ്ങളെ. മോശ ആരായിരുന്നു? മോശ ഉള്ളത് കൊണ്ട് ആ ജനം നശിക്കാതിരുന്നത്. അല്ലെ, സ്വർഗത്തിൽ നിന്ന് കർത്താവിന്റെ പ്രവൃത്തികൾ ഒറ്റ നിമിഷം കൊണ്ടാ. തീ ഇറക്കണമെങ്കിൽ തീ ഇറക്കും, ഭൂമി പിളർക്കണമെങ്കിൽ ഭൂമി പിളർക്കും. എന്തും ദൈവത്തിന് ഒരൊറ്റ നിമിഷം മതി. പക്ഷെ ദൈവം പലപ്പോഴും നശിപ്പിക്കുവാൻ തുടങ്ങിയെടുത്ത് മോശ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കണ്ണുനീരോടെ ദൈവത്തിന്റെ ഇടിവിൽ നിന്നുകൊണ്ട് ആ ജനം രക്ഷപ്പെട്ടു. നമ്മളിൽ പലരും രക്ഷയോടെ നിൽക്കുന്നതിന്റെ കാരണം നമുക്ക് വേണ്ടി ചില വ്യക്തികൾ ദൈവത്തിന്റെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. മറന്നു പോകരുത് സഹോദരങ്ങളെ, ഒരിക്കലും മറന്നു പോകരുത്. പലപ്പോഴും ദൈവത്തിന്റെ കോപം നമ്മുടെ മേൽ കത്താത്തതിന് കാരണം നമുക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തെ ദൈവസ്ഥലത്തിൽ കമണ്ണു വീണ് നിലവിളിക്കുന്ന ചില വ്യക്തികൾ നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ടാണ്. മറന്നു പോകരുത്. 106-ാം സങ്കീർത്തനത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവന്റെ വൃതനായ മോശ കോപത്തെ ശമിപ്പിക്കുവാൻ അവന്റെ സന്നിധിയിൽ പിളർപ്പിൽ നിന്നില്ലെങ്കിൽ അവൻ അവരെ നശിപ്പിച്ചു കളയുമായിരുന്നു. God would have destroyed them if Moses didn't stand for them in the gap. നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ആ മോശയ്ക്കെതിരെയാണ് ദൈവത്തിന്റെ ജനം തിരിഞ്ഞത്. No wonder they wandered in the wilderness. ഒരു സംശയവുമില്ല, ഇത്ര ദൈവം തിരഞ്ഞെടുത്ത ദൈവവൃദ്ധന് എതിരെ അവർ വാക്കുച്ചരിച്ചെങ്കിൽ, എതിരെ അവർ നിന്നെങ്കിൽ, എതിരെ അവർ മിഷ്ടി ചുരുട്ടിയെങ്കിൽ ഒരു സംശയവും വേണ്ട, അവർ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു തന്നെ നടക്കും. ഇന്ന് നോക്ക്, എത്ര സഭകളിൽ എത്ര കുടുംബങ്ങൾ കഷ്ടമനുഭവിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ചില ദൈവദാസന്മാരെ കണ്ണുനീർ കുടിപ്പിച്ചതിന്റെ അനുഭവം എനിക്കറിയാം. എത്രയോ പേരെ എനിക്കറിയാം. എത്ര പേരുടെ അടുത്ത് സാക്ഷികൾ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. കാരണം ഞാൻ എല്ലാവരെയും ദൈവദാസന്മാരായിട്ട് ഞാൻ കാണത്തില്ല. ഹല്ലേലൂയ. എല്ലാവരെയും ദൈവദാസന്മാരായിട്ട് ഞാൻ അംഗീകരിക്കുന്നില്ല. ദൈവദാസന്മാരെന്ന് സ്വയം പേരെടുക്കുന്ന ദൈവദാസന്മാരും വിത്തിൻ ഇൻവേർട്ടഡ് കോമയിൽ പറയാം, സ്വയം ദൈവദാസന്മാരായി തീരുന്നവർ. മുമ്പേ പറഞ്ഞതിലോട്ട് മനുഷ്യൻ തെരഞ്ഞെടുത്താക്കി വെക്കുന്നവരുണ്ട്, അവരും ദൈവദാസന്മാരെന്ന് പറയുന്നുണ്ട്. എന്നാൽ യോഗ്യത നോക്കാതെ, ഹല്ലേലൂയ, കഴിവ് നോക്കാതെ, ബലഹീനതകൾ നോക്കാതെ, കഴിഞ്ഞ കാലങ്ങൾ നോക്കാതെ
ദൈവം മുന്നമേ നിശ്ചയിച്ച പ്രകാരം, മുന്നമേ കണ്ട പ്രകാരം തന്നെ ഭയപ്പെടുന്ന, തന്റെ ഹൃദയത്തെ അറിയുന്ന, തന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന, തന്റെ ആലോചനകൾക്ക് വാക്കിന് വാക്ക്, വേർഡ് ടു വേർഡ്, സെന്റൻസ് ടു സെന്റൻസ് അനുസരിപ്പാൻ തയ്യാറായി ദൈവം കാലഗതികളിൽ ദൈവം തിരഞ്ഞെടുക്കുന്നവരുണ്ട്. ഭക്തന്മാർ, അവരാ ദൈവദാസന്മാർ. ഞാൻ അവരെ കുറിച്ചാണ് പറയുന്നത്. സഹോദരങ്ങളെ, നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. മോശയ്ക്കെതിരെ ഈ ജനം തിരിച്ചെങ്കിൽ, മോശയ്ക്കെതിരെ അഹരോനെതിരെ ഈ ജനം മത്സരിച്ചെങ്കിൽ അവർ യഹോവയ്ക്കെതിരെയാണ് മത്സരിച്ചത്. കർത്താവ് പറയുന്നുണ്ട്, ശമൂവേലിനോട് പറയുന്നുണ്ട്. ശമൂവേലിന്റെ പുസ്തകം 1 ശമൂവേലിനകത്ത് വരുമ്പോൾ, ഞങ്ങൾക്ക് രാജാവിനെ വേണമെന്ന് ഇസ്രായേൽ കടന്ന് ബഹളം വെച്ചപ്പോൾ, യഹൂദന്മാർ ബഹളം വെച്ചപ്പോൾ ശമൂവേൽ അത് കേട്ട് കരഞ്ഞു. എന്നിട്ട് യഹോവ പറഞ്ഞെന്തോ, അവർ നിന്റെ നേരെയല്ല എന്റെ നേരെ അത്ര, എന്നെ അവർക്ക് വേണ്ടെന്ന് അവർ പറഞ്ഞത്, നിന്നെ വേണ്ടെന്നല്ല. മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഇതാണ്. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, അവന്റെ വൃദ്ധനായ മോശ കോപത്തെ ശമിപ്പിക്കുവാൻ കോണം ദൈവജനത്തിന്റെ ഇടിവിൽ നിന്നില്ലായിരുന്നുവെങ്കിൽ. ഒന്ന് ഓർത്ത് നോക്കി. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ മോശയെ കുറിച്ച്. മോശ എന്തിനാ ഇത്രയൊക്കെ പ്രതികൂലം ഈ ജനത്തിൽ നിന്ന് വന്നിട്ടും ഈ ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചത്? ഒന്ന്, ഞാൻ വിശ്വസിക്കുന്നത് ദൈവം മോശയ്ക്ക് കൃപ കൊടുത്തു. ഒന്നത്. 2, ഈ ജനത്തെ നശിപ്പിക്കുവാനായിരുന്നോ ദൈവം ഇസ്രായേലിൽ നിന്ന് വിടുവിച്ചത്? അല്ല. ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? ഇവരെ എല്ലാവരെയും കനാൻ ദേശത്ത് എത്തിക്കണമെന്ന്. ദൈവത്തിന്റെ ആഗ്രഹം എങ്ങനെയായിരുന്നുവോ അതേ ആഗ്രഹത്തെ മോശ തന്റെ ഹൃദയത്തിലാക്കി. മോശയ്ക്ക് ഒരു കാര്യം അറിയാം, ഈ ജനത്തിന്റെ പാപം മൂലമാണ്, ഈ ജനത്തിന്റെ മത്സരം മൂലമാണ് ദൈവം അവരെ, യഹോവയായ ദൈവം അവരെ നശിപ്പിക്കുവാൻ്റെ കോണം ചിന്തിക്കുന്നതെങ്കിലും ഇവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം ഇവരെ കനാൻ ദേശത്ത് എത്തിക്കണമെന്നുള്ളത്. ദൈവത്തിന്റെ ആഗ്രഹത്തെ സ്വന്തം ആഗ്രഹമായി ഹൃദയത്തിൽ പേറിയ മനുഷ്യനായിരുന്നു മോശ. അതുകൊണ്ട് അനേക ഭക്തന്മാരായ ദൈവദാസന്മാർ അവരോട് ആരെന്ത് ചെയ്താലും ശരി അവരോട് ക്ഷമിക്കുക മാത്രമല്ല, അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം ദൈവത്തിന് അവരെ അനുഗ്രഹിക്കണമെന്നുള്ള ആ അനുഗ്രഹത്തിന്റെ ദൈവഹിതം സ്വയം തിരഞ്ഞെടുത്തിട്ട് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും ഒരു സഹോദരനെ, ഏതെങ്കിലും ഒരു സഹോദരിയെ നമുക്കെതിരെ നിൽക്കുന്ന, നമ്മളെ ഉപദ്രവിക്കുന്ന, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ നന്മകൾ അപഹരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ നശിപ്പിക്കണമെന്നോ, ചില സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നതിന് കൂട്ട് അവന്റെ കുഞ്ഞുങ്ങളെ പാറമേലടിക്കട്ടെ, ഇങ്ങനെയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുപോലെ പുതിയ നിയമത്തിൽ ദൈവസഭയുടെ മധ്യത്തിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ളവരുടെ ദോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, അവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതാ. ലോകത്തിലുള്ള ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. അങ്ങനെ എന്തെങ്കിലും സഭയിലുള്ള സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? ചില വീഴ്ചകൾ അവരുടെ ജീവിതത്തിൽ വന്നെങ്കിൽ സഹോദരന്മാരെ, എപ്പോഴും നമ്മുടെ സഹോദരിമാരെ നമ്മൾ ചിന്തിക്കണം. കർത്താവ് ഒരു ദൈവദാസനെ അല്ലെങ്കിൽ ഒരു ദൈവദാസിയെ നമ്മളെ നയിക്കുവാൻ തക്കവണ്ണം ആക്കി വെച്ചെങ്കിൽ അവരെ വേദനിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാവരുത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവരെ ദൈവം നിയോഗിച്ചിരിക്കുന്നതാണ്. ദൈവവചനത്തിൽ ശക്തമായ ദൂതുകളുണ്ട്. എബ്രായ ലേഖനത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എബ്രായ ലേഖനം 13-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. നമുക്കെല്ലാം അറിയാവുന്ന വാക്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് പറയുക. കാരണം ഈ വചനം കേൾക്കുന്ന അനേകര് ഈ ലോകത്തിലുണ്ട്. ഈ സഭയ്ക്ക് മാത്രമല്ല, മറ്റു പലരും ഇത് കേൾക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വചനങ്ങളൊക്കെ അവർ അറിഞ്ഞിരിക്കണം. അവരുടെ നിത്യത നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ഈ ലോകത്തിൽ അവർ അലഞ്ഞലഞ്ഞ് അവരുടെ ജീവിതം തീർക്കാതിരിക്കത്തക്കവണ്ണം അവർ ഈ വചനങ്ങൾ കേൾക്കണം, അവരത് മനസ്സിലാക്കണം. 10-ാം അധ്യായത്തിന്റെ 13:17 Hebrews 13:17 നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുവിൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇതവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ലാതിരുന്നാൽ നിങ്ങൾക്ക് നന്നല്ല. പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുക, ദൈവസഭയ്ക്ക് എഴുതിയിരിക്കുക, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുവിൻ. കാരണം നിങ്ങളുടെ ആത്മാക്കൾക്ക് അവർ കണക്ക് കൊടുക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഞാനൊരു സഭയുടെ ശുശ്രൂഷകനാണെങ്കിൽ ദൈവസഭയുടെ മധ്യത്തിലുള്ള കുഞ്ഞു മുതൽ മുതിർന്നവർ വരെ എത്ര പേർ ആ സഭയ്ക്കകത്തുണ്ടോ അവരുടെ ഓരോരുത്തരുടെയും ആത്മാക്കൾക്ക് ഒരു നാളിൽ ഇടയന് കണക്ക് കൊടുക്കുവാൻ തക്കവണ്ണം എന്നെ കാവൽക്കാരനായിട്ട് വിളിച്ചതാ. അല്ലെങ്കിൽ അങ്ങനെയുള്ള ശുശ്രൂഷകരെ കാവൽക്കാരായിട്ട് വിളിച്ചിരിക്കുക. ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഒരു വലിയ ഇടയൻ ഒരു കൊച്ചിടയനെ അല്ലെങ്കിൽ ചിലരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആട്ടിൻകൂട്ടത്തെ നോക്കുവാൻ കോണം വിളിച്ചാൽ 40 ആടുണ്ടെങ്കിൽ 40 ആട് ഒരു സ്വഭാവമുള്ളതല്ല. അതിനകത്ത് ചില ആടുകളുണ്ട് തിരിഞ്ഞു നിന്ന് കുത്തുന്ന ആടുകളുണ്ട്. ഇല്ലേ? ആട്ടിടയന്മാരുടെ ഇടയ്ക്ക് ആട്ടിടയനെ കുത്തുന്ന ആടുകളില്ലേ? ഉണ്ട്.
ആട്ടിടയൻ കാണിക്കുന്ന വഴിയിലൂടെയാണോ പോകുന്നത്? ചിലത് ചാടി അപ്പുറത്തൂടെ പോകും, ചിലത് ചാടി ഇപ്പുറത്തൂടെ പോകും. അതൊന്നും എൻ്റെ ആടല്ലെന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. രാവിലെ യജമാനന്റെ കയ്യിൽ നിന്ന് കുറച്ച് ആടിനെയും കൊണ്ട് ആട്ടിടയൻ തീറ്റാൻ കൊണ്ടുപോയെന്ന് വെച്ചോ, അതിനകത്ത് രണ്ടാടും കൂടി ഇതേ ആട്ടിടയനെ ഇടിച്ചു. 2-3 ആടുകൾ അതിലെ ഇതിലെയൊക്കെ കയറിപ്പോയി. ഈ അതിലെ ഇതിലേയും പോകുന്ന ആടിനെ തള്ളിക്കളഞ്ഞിട്ടാ, നീ നിന്റെ ഇഷ്ടം പോലെ പോക്കോ, ബാക്കിയുള്ളത് മതി, എന്റെ വാക്ക് കേൾക്കുന്ന ആടുകൾ എന്റെ കൂടെ മതി എന്ന് പറഞ്ഞാൽ ഇവൻ വൈകിട്ട് തിരിച്ചു വരുമ്പോ കണക്ക് കൊടുക്കുമ്പോ 4 ആട് കുറവുണ്ടെങ്കിൽ ആരാ സമാധാനം പറയേണ്ടത്? ഇത് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം. നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി കണക്ക് കൊടുക്കുവാൻ അവർ ജാഗരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു മാതൃക കാണിച്ചു. എന്തുവെന്നറിയാമോ? പിതാവിനോട് പ്രാർത്ഥിച്ചു, നീ തന്നവരിൽ ആരും നഷ്ടപ്പെട്ടു പോകാതെ. ആ ഒരു വാക്യം ചിന്തിക്കണം. കർത്താവിന്റെ സന്നിധിയിൽ ദൈവസഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളുടെയും ഓർമ്മ ഏതായിരിക്കണം? ഒരു വ്യക്തി പോലും നഷ്ടപ്പെടരുത്. ആ വ്യക്തി നമുക്ക് എതിരെ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം, ആ വ്യക്തി നമ്മളെ ദൂഷണം പറയുന്ന ആളായിരിക്കാം, നമുക്ക് നഷ്ടം വരുത്തുന്ന ആരായിരിക്കാം, സഭയിൽ ഭിന്നത ഉണ്ടാക്കുന്ന ആളായിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ. പക്ഷേ ആ വ്യക്തിയുടെ നാശത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. എങ്ങനെയും ഉപവസിച്ചായാലും ശരി, ആ വ്യക്തിയെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ, നീതിമാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണം എല്ലാ ശുശ്രൂഷകരും ബാധ്യസ്ഥരാണ്. അനേക ശുശ്രൂഷകൾ ഒരുപക്ഷെ ഈ വീഡിയോ കേട്ടേക്കാം. അവരത് കേൾക്കണം. വെറുത്തവരെ മാറ്റി അവരെ വേറൊരു ഡിവിഷനാക്കി അവരെ സഭയിൽ നിന്ന് പുറത്തു പോകട്ടെ എന്നല്ല പറയേണ്ടത്. നിന്റെ അടുക്കൽ, നിന്റെ സഭയിലേക്ക് അവരെ എത്തിച്ചെങ്കിൽ ശുശ്രൂഷകരെ, നിങ്ങൾക്കുള്ള ഉത്തരവാദിത്വമാണ്. അവരുടെ ആത്മാക്കൾക്ക് നിങ്ങൾ കണക്ക് പറയേണ്ടി വരും ദൈവസന്നിധിയിൽ. ഇവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുവിൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നു എന്ന് പറഞ്ഞറിയാമോ? They are praying fervently. They are waiting for them patiently. ദൈവസന്നിധിയിൽ അവർ സമയമെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതിന് ജനത്തോട് പറയുകയാണ്, അവർ ഇത് ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവേ. ഹല്ലേലൂയ. ദൈവസഭയിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരേ സന്തോഷം പ്രാർത്ഥിക്കുന്ന ആളിന് കിട്ടണമെന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നുണ്ടോ? ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിന് അതൊരു വേദന വരും. അങ്ങനെ വേദന ഉണ്ടാകാതെ അവർ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുവാനൊക്കെ കൊണ്ട് നിങ്ങൾ ഇടയാക്കണമെന്ന്. അടുത്ത വാക്ക് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നല്ല. ഇറ്റ് വിൽ നോട്ട് ഗോ ഗുഡ് വിത്ത് യു. ഈ ജനം തകർന്നു പോകുവാനുള്ള കാരണം, അവർ മരുഭൂമിയിൽ 40 വർഷം അലഞ്ഞു. എന്തിനാ? ഒരു പ്രയോജനവുമില്ലാതെ അലഞ്ഞത്. എന്തെങ്കിലും പ്രയോജനമുണ്ടോ അവർ അലഞ്ഞത്? ഈ വാക്ക് കേട്ടതിന് ശേഷം ഈ സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന് ശേഷം 14-ാം അധ്യായം വരെ 13-ാം അധ്യായം വരെ ആ കൂട്ടത്തിൽ ആരോട് ചോദിച്ചോ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചാൽ അവരെല്ലാവരും പറയോ, ഞങ്ങള് കർത്താവ് കാണിപ്പാനിക്കുന്ന ദേശത്തേക്ക് പോവുകയാ, പ്രോമിസ് ലാൻഡിലേക്ക്. ഇപ്പൊ നോക്കിയ 14-ാം അധ്യായത്തിന് ശേഷം അവിടെ ആരോടെങ്കിലും ചോദിച്ചേ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ആരോട്? മരണം കാത്ത് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. എന്തൊരു കഷ്ടം. ഇന്ന് അനേക വിശ്വാസികൾക്ക് ലക്ഷ്യമില്ല. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചാൽ ഉറപ്പില്ല പറയാൻ. ചില സഭകളിലോട് കടന്നു ചെന്ന് ഇപ്പൊ കർത്താവ് വന്നാൽ എടുക്കപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു കൈപൊക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പകുതി കൂടുതൽ ആൾക്കാർ കൈപൊക്കത്തില്ല. കാരണം അവർക്ക് ഉറപ്പില്ല. ഈ ജനത്തെ പോലെ മരുഭൂമിയിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ അലയുവാൻ തക്കവണ്ണമല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. യൂദയുടെ പുസ്തകത്തിലൂടെ, പുതിയ നിയമ പുസ്തകത്തിലുള്ള താളുകളിലൂടെ സഭയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞുവെങ്കിലും വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, വീണ്ടും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഈ സാധ്യത നിന്റെ മുമ്പിലുണ്ട്. നീ രക്ഷിക്കപ്പെട്ടതാണെങ്കിലും നീ നശിച്ചു പോയേക്കാം. There is all possibility that you could be destroyed just because of your unbelief and disobedience. അനുസരണയുമില്ലായ്മയും മത്സരവും നിന്നെ നാശത്തിലേക്ക് നയിച്ചേക്കാം. വീണ്ടും നോക്കിയേ. ഹല്ലേലൂയ. അതുപോലെ റോമാലേഖനം 13-ാം അധ്യായം 1-ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നു, ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും നൽകപ്പെട്ടിട്ടില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറുക്കുന്നവനോ ശിക്ഷാവിധി പ്രാപിക്കും. നമ്മളെ മറന്നുപോകുന്നത് അനേക സഭകളുടെ പ്രശ്നം അതാ. അനേക സഭകളുടെ പ്രശ്നം ഇതാണ്. ഹല്ലേലൂയ. ദൈവമാക്കി വെച്ചിരിക്കുന്ന ആ അതോറിറ്റിക്ക്, ആ ലീഡർഷിപ്പിന്, ആ എൽഡർഷിപ്പിന് കീഴ്പ്പെടുവാൻ അവർക്ക് കഴിയുന്നില്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും അതിന്റെ മധ്യത്തിലുണ്ടെങ്കിൽ there is a choice given to you. നിങ്ങൾ ആയിരിക്കുന്ന സഭയിൽ ആ നേതൃത്വത്തിന് കീഴ്പ്പെടുവാൻ നിങ്ങൾക്ക് കഴിയത്തില്ലെങ്കിൽ, instead of dividing the church, leave the church and go to some other place where you want to be a part of.
നിങ്ങളായിരിക്കുന്ന ഏതെങ്കിലും സഭകളിൽ ആർക്കെങ്കിലും കീഴ്പ്പെടുവാൻ, ആ സഭയിലെ അധികാരത്തിന് കീഴ്പ്പെടുവാൻ നിങ്ങൾക്ക് കഴിയത്തില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ആ സഭയിൽ ഡിവിഷൻ ഉണ്ടാക്കാതെ, കലക്കം ഉണ്ടാക്കാതെ, ഭിന്നത ഉണ്ടാക്കാതെ നിങ്ങൾ ആ സഭയെ വിട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോടത്ത് പോയി ഇഷ്ടമുള്ള ഡോക്ടറുള്ളവരോട് ചേര്. That is the safest way, rather than bringing condemnation and damnation on you and your family and on your generation. നിന്റെ പേരും നിന്റെ കുടുംബത്തിന്റെ പേരും നിന്റെ തലമുറകളുടെ പേരും ദൈവകോപം വരുത്താതിനേക്കാൾ നല്ലത് ആ സഭ വിട്ട് നിനക്ക് താല്പര്യമുള്ള മറ്റേതെങ്കിലും ഒരു സഭയുടെ ഭാഗമായിട്ട് പോയി തീരും. ഇവിടെ അതാ പഠിപ്പിക്കുന്നത്. മോശയ്ക്കും അഹരോനും എതിരായിട്ട് അവർ തിരിഞ്ഞു. മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം, 16-17 വാക്യ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ഭൂമി പിളർന്നിട്ട് കോരഹ്, ദാദാം, അബീര ഇവരെയൊക്കെ വിഴുങ്ങുന്നത്, 250 പ്രമാണികളെ വിഴുങ്ങുന്നതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. That's another picture of rebelling with the authority. മോശയ്ക്കെതിരെ തിരിഞ്ഞതാണ്. മോശയെ കുറിച്ച് പറഞ്ഞത് വേറെ ഒത്തിരി ദൈവദാസന്മാരൊക്കെ കാണുമായിരിക്കും, അവർക്കെതിരെ തിരിഞ്ഞായിരുന്ന വിഷയങ്ങളൊന്നുമില്ല. പക്ഷെ മോശ, he was specific. He is a man whom God said is my friend. യഹോവ പറയുന്നുണ്ട്, മോശയോട് ഞാൻ അഭിമുഖമായി സംസാരിച്ചെന്നാ. ആ മോശയ്ക്കെതിരെ പറയുവാൻ തക്കോണം നീ ഭയപ്പെടാതിരുന്നതെന്ന് നാം മിര്യാമിനോട് ചോദിച്ചത്. ഇത് ഒരധ്യായത്തിന് മുമ്പ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇത് നമ്മളെ ഭയപ്പെടുത്തുവാനല്ല. This can happen in our practical life. My children, when your teacher, Sunday school teacher, tells you something, try to teach you something, don't rebel with them, because they are the authority God has put over your life. When your dad and your mom speak to you something to guide you in the proper way, don't rebel with them. They are the authority God has put over your life. Never rebel with the authority. In the office, in the workplace, never rebel with your manager, because they are the authority God has put over you. If you don't like that place, leave that place and go join some other company or some other business or some other places, rather than making a problem and chaos in the place where you are working. നമ്മുടെ മാനേജർക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ ജോലി ചെയ്യുന്നിടത്ത് അവരോട് ഒത്തുപോകാൻ പറ്റത്തില്ലെങ്കിൽ അത് വിട്ടു വേറോട് ഒത്തുപോകും. അവിടെ എന്തിനാണ് നിന്റെ സാക്ഷ്യം നഷ്ടപ്പെടുത്തുന്നത്? നീ അവിടെ എന്തിനാണ് ദൈവത്തിന്റെ നാമത്തെ നീ ദുഷിപ്പിക്കുന്നത്? നീ അവിടെ ബഹളം ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് തിരിയുമ്പോൾ നീ ഒരു ക്രിസ്ത്യാനിയാണ്, നീ ഒരു ബിലീവറാണെന്ന് അവർ അറിയുവാൻ ഇടവന്നാൽ കർത്താവിന്റെ നാമം ദുഷിക്കപ്പെടും. അതിനേക്കാൾ എത്ര നല്ലതാ നിനക്ക് പറ്റത്തില്ലെങ്കിൽ ജോലിയില്ലാതെ വീട്ടിൽ പോയിരിക്കാൻ. നമുക്ക് കീഴ്പ്പെടുവാൻ പറ്റത്തില്ലെങ്കിൽ ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴ്പ്പെടട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും നൽകപ്പെട്ടിട്ടില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്നു. ആകെ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നു. നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന അധികാരങ്ങൾക്ക് നമ്മൾ കീഴ്പ്പെട്ടിരിക്കണം. അത് ആത്മീക അധികാരമായാലും ശരി, ഭൗതിക അധികാരമായാലും ശരി, ദൈവം വെച്ചിരിക്കുന്ന ദൈവം for a purpose God has put you there under that authority. It is something like Jesus was under the authority of Joseph and Mary for some time. ജോസഫിന്റെയും മേരിയുടെയും അധികാരത്തിന്റെ കീഴിൽ യേശു കർത്താവ് ബാലനായി വളർന്നതുപോലെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ അവർക്ക് കീഴ്പ്പെട്ടിരുന്നു. സാക്ഷാൽ ദൈവപുത്രനായവൻ, സാക്ഷാൽ ദൈവമായിരുന്നവൻ കേവല മനുഷ്യരായ ജോസഫിനും മറിയയ്ക്കും കീഴ്പ്പെട്ടിരുന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ട്? പിതാവ് അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു. ആ സമയമൊക്കെയും താൻ കീഴ്പ്പെട്ടിരുന്നു. ദൈവം ആരെ നമ്മുടെ മേൽ വെച്ചിരിക്കുന്നുവോ അവർക്ക് നാം കീഴ്പ്പെട്ടിരിക്കണം. ഹല്ലേലൂയ. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. So this was the other reason they were wandering in the wilderness. സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്. Let me come to the final point, the last പോയിന്റിലേക്ക് വരികയാണ്. ഒന്ന് നമ്മൾ കേട്ടു, they lost their vision. അവർക്ക് അവരുടെ ദർശനം നഷ്ടപ്പെട്ടു. രണ്ടാമത് കേട്ടു, they rebelled with the authority. അവർക്ക് മേൽ ദൈവം വെച്ചിരിക്കുന്ന അധികാരത്തിന് എതിരെ മറുതലിച്ചു. ഹല്ലേലൂയ. 3, they trusted in themselves. അവർ സ്വയത്തിൽ ആശ്രയിച്ചു. ദൈവശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചവർ പിന്നീട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ തങ്ങളുടെ സ്വന്തം ആലോചനകളാൽ നടക്കുവാനായിട്ട് തുടങ്ങി. അവരുടെ സ്വന്തം ആലോചനകളാൽ സ്വന്തം ബുദ്ധിക്ക് കീഴ്പ്പെട്ട് നടത്തുവാനായിട്ട് തുടങ്ങി. അതുമല്ല, തങ്ങളുടെ ഇഷ്ടമനുസരിച്ച്, തങ്ങളുടെ താല്പര്യം അനുസരിച്ച്, വചനത്തിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, അവര് ഉപദേശകന്മാരെ സ്വന്തം ഇഷ്ടപ്രകാരം പെരുക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. 2 തീമോത്തിയിലാണ് തോന്നുന്നു 3-ാം അധ്യായത്തിൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ അവര് കടങ്കഥ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന കാലം വരും. ഉപദേഷ്ടാക്കന്മാരെ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് പെരുക്കും. എന്ന് പറഞ്ഞാല് നമുക്ക് ഇഷ്ടമുള്ള പ്രസംഗം പ്രസംഗിക്കുന്നവരിവിടെ പ്രസംഗിച്ചാൽ മതി. നമ്മൾ തെറ്റാന്ന് പറഞ്ഞാലും പ്രസംഗിക്കാൻ ഇവിടെ സമ്മതിക്കത്തില്ല. നമ്മളെ കറക്റ്റ് ചെയ്യാൻ ആരെയും സമ്മതിക്കത്തില്ല.
ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്രസംഗിക്കുന്നവർ മതി ഞങ്ങൾക്ക്. അതാ they trusted in themselves. അവർ സ്വന്തം ആലോചനകളിൽ സ്വീകരിച്ചു. എക്സോഡസ് 3:32-9 ഒന്ന് നോക്കി. പുറപ്പാട് പുസ്തകം 32:9 ഒരു മനോഹര വാക്യം എഴുതിയിരിക്കുന്നു. ഞാൻ ഈ ജനത്തെ നോക്കി, ദിസ് ഈസ് ഗോഡ് സ്പീക്കിംഗ്. ദൈവം പറയുകയാണ്, ഞാൻ ഈ ജനത്തെ നോക്കി, അത് ദുശ്ശാഠ്യമുള്ള ജനമാകുന്നു എന്ന് കണ്ടു. അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കുമെന്ന് യഹോവ മോശയോട് അരുളിച്ചത്. ഈ 14-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് തന്നെ പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുക. ഈ ജനത്തെ ഞാൻ നോക്കിയപ്പോൾ ഐ ഫൗണ്ട് ദം സ്റ്റിഫ് നെക്കഡ്. ദുശാഠ്യമുള്ളൊരു ജനം, മറുതലിക്കുന്ന ഒരു ജനം, പിടിവാശിയുള്ള ഒരു ജനം. കണ്ടിട്ടില്ലേ ചില കുഞ്ഞുങ്ങൾ അങ്ങനെ ആയിട്ടുള്ളത്? പിടിവാശിയുള്ള കുഞ്ഞുങ്ങൾ, മറുതലിക്കുന്ന കുഞ്ഞുങ്ങൾ, കീഴ്പ്പെടാത്ത കുഞ്ഞുങ്ങൾ, മെരുങ്ങാത്ത കുഞ്ഞുങ്ങൾ. ഇതെല്ലാം നമ്മൾ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുന്നു. മുതിർന്നവരെ കുറിച്ച് ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാം, ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ പറ്റും, ഒരു രീതിയിലും ഒതുങ്ങത്തില്ല. എപ്പോഴും ഒരു പ്രശ്നമാണ്. അങ്ങനെയുള്ളവരുണ്ടോ? കർത്താവിന്റെ കൃപയാ നമ്മുടെ സഭയിൽ അങ്ങനൊന്നും ഉള്ളവരില്ല. പക്ഷെ അങ്ങനെയുള്ളവരുള്ള അനേക സഭകളുണ്ട്. അനേക ദൈവമക്കൾ അതോർത്ത് ഭാരപ്പെടുന്നുണ്ട്. പലയിടങ്ങളിൽ, പല സഭകളിൽ. സഹോദരങ്ങളെ, ഇവിടെ കർത്താവ് പറയുക, ഞാൻ അവരെ നോക്കി, ദുശ്ശാഠ്യമുള്ള ജനമെന്ന് ഞാൻ കണ്ടു. അതുകൊണ്ട് എന്റെ കോപം ജ്വലിച്ച് അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക എന്ന് ആ ശുശ്രൂഷകരോട് പലതവണ ഞാൻ ചോദിച്ചു. പക്ഷേ ആ ശുശ്രൂഷകൻ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അങ്ങനെ ദുശ്ശാഠ്യമുള്ളവർ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നെങ്കിൽ ഇന്ന് നീ മാനസാന്തരപ്പെടണം. കാരണം നീ ഇതുവരെ ദഹിക്കപ്പെടാതിരിക്കുന്നതിന് കാരണം നീ ആരെ ഉപദ്രവിക്കുന്നുവോ ആ വ്യക്തി നിനക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട്. മറന്നു പോകരുത്. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുക, സമയം മുന്നോട്ട് പോയതുകൊണ്ട്. സംഖ്യാപുസ്തകം 14-36-37 വാക്യങ്ങൾ മുമ്പേ നമ്മൾ വായിച്ചു കേട്ടല്ലോ. അവിടെ എന്തെഴുതിയിരിക്കുന്നത്? ദേശം ഒറ്റ നോക്കിയിട്ട് വന്ന് പറഞ്ഞ 10 പേരും എന്ത് ചെയ്തെന്നറിയാമോ? ദൈവം അവരെ നശിപ്പിച്ചെന്നാണ്. ശ്രേഷ്ഠമേറിയ വിളിയാൽ വിളിക്കപ്പെട്ടവർ, അതല്ലേ? 36 and 37 നോക്കി. ദേശം ഉറ്റു നോക്കുവാൻ മോശ അയച്ചവരും മടങ്ങി വന്ന ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞ് സഭ മുഴുവനും അവന് വിരോധമായി പിറുപിറുക്കുവാൻ സംഗതി വരുത്തിയവരും ദേശത്തെക്കുറിച്ച് ദുഷ്വർത്തമാനം പറഞ്ഞവരുമായ പുരുഷന്മാർ യഹോവയുടെ മുൻപാകെ ഒരു ബാധ കൊണ്ട് മരിച്ചു. അവർ മരിക്കേണ്ടവരായിരുന്നോ സഹോദരങ്ങളെ? ദൈവത്തിന്റെ സഭയെ ഡിവൈഡ് ചെയ്യുവാൻ്റെ കോണം അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ദൈവത്തിന്റെ സഭയിൽ ഭിന്നത കൊണ്ടുവന്നവർ, സഭയ്ക്കെതിരെ സംസാരിച്ചവർ, സഭയെ കലക്കിയവർ, സഭ കണ്ണുനീരൊടുക്കുവാനും നിലവിളിക്കുവാനും തക്കോണം ഭയമുണ്ടാക്കിയവർ. ദൈവം അവരെ വിടത്തില്ല കേട്ടോ. ദൈവം അവരെ വിടത്തില്ല. ഒരു സഭയെ ചിതലമാക്കുവാൻ തക്കവണ്ണം, ഒരു സഭയെ ഭിന്നിപ്പിക്കുവാൻ തക്കവണ്ണം, ദാസന്മാരെ കണ്ണുനീര് കുടിപ്പിക്കുവാൻ തക്കവണ്ണം ഒരു കുടുംബമോ ഒരു വ്യക്തിയോ ചില കുടുംബങ്ങളോ ഇറങ്ങി തിരിച്ചാൽ ഭയാനകമായിരിക്കും ദൈവസന്നിധിയിൽ നിന്നൊരു ശിക്ഷ. ഒരു പക്ഷെ ദൈവം ഒരു അവധി വെച്ചിരിക്കുകയായിരിക്കാം. ഈ വചനം കേട്ട് ആർക്കെങ്കിലും മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം കഴിയുന്നെങ്കിൽ ഹല്ലേലൂയ, ഈ 10 പേർക്ക് വന്ന ഗതി അല്ലെങ്കിൽ അവരോട് കൂടെ നിന്നവർക്ക് വന്ന ഗതി ഉണ്ടാകാതെ രക്ഷപ്പെടാനായിട്ട് കഴിയും. ഇവിടെ പറയുന്നു അവരെ കൊന്നുവന്ന. എസെക്കിയേൽ 2:8 എസെക്കിയേലിനോട് കർത്താവ് പറയുക, യെഹെസ്കേലിനോട് കർത്താവ് പറയുന്നു, ഞാൻ നിന്നോട് സംസാരിക്കുന്നത് കേൾക്കുക. നീ ആ മത്സരഗൃഹം പോലെ മത്സരക്കാരനായിരിക്കരുത്. ഞാൻ നിനക്ക് തരുന്നത് നീ വായി തുറന്ന് തിന്നുക. ദൈവം തന്റെ പ്രവാചകനായ എസെക്കിയേലിനോട് പറയുക, നീ ആ മത്സരഗൃഹം പോലെ ആകരുത് കേട്ടോ. ആ റിബല്യസ് പീപ്പിളിനെ പോലെ ആകരുത്. ഡോണ്ട് ബി റിബല്യസ് ലൈക്ക് ദ റിബല്യസ് ഹൗസ്. നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന വാണിംഗ് ഇതാ, നിന്റെ വായി തുറന്ന് ഞാൻ തരുന്നത് തിന്നുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഞാൻ പറയുന്നത് മത്സരിക്കാതെ റിബൽ ചെയ്യാതെ കേൾക്കുക എന്നതിൻ്റെ അർത്ഥം. അതിനെ സ്വീകരിക്കാതെ. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ വായിലേക്ക് നമ്മൾ ഉരുളയൊക്കെ ഉരുട്ടി അങ്ങോട്ട് കൊടുക്കത്തില്ലേ? ഈ തുപ്പുന്ന കുഞ്ഞാന്ന് എന്തോ ചെയ്യും? അതെത്ര വലിയ ദൈവഭക്തനായാലും ചിലപ്പോൾ ദേഷ്യം വരും അല്ലേ? അതേസമയത്ത് ആ കുഞ്ഞിന് അമ്മ വാരി കൊടുക്കുമ്പോൾ, അപ്പൻ വാരി കൊടുക്കുമ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും ആഗ്രഹം എന്താണെന്നറിയാമോ? വായെ തുറന്ന്. ചില കുഞ്ഞുങ്ങളുണ്ടല്ലോ, ചെറുത് കൊണ്ടുവരുമ്പോൾ വായി ഇങ്ങനെ തുറക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാകും തിന്നാനെന്ന്. അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം വാരി കൊടുക്കാൻ എന്തൊരു ഇഷ്ടമാണ് അല്ലേ? കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ എങ്ങനെ വീർത്തു വരും എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞ ആ സന്തോഷം, വായ അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, നിന്റെ വായ വിസ്താരത്തിൽ തുറക്കുക, ഞാൻ അതിനെ നിറയ്ക്കും. നമ്മൾ വായ വിസ്താരത്തിൽ തുറക്കണം.
ദൈവവചനത്തിന്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ കർത്താവേ ഇവിടെ അടിച്ചോ, മുമ്പേ സഹോദരൻ പറഞ്ഞു ഇവിടെ അടിച്ചോ അടിച്ചോ കർത്താവേ, ഇവിടെ അടിച്ചോ അടിച്ചോ, ഇവിടെ അടിക്കണോ അടിച്ചോ, പക്ഷെ എന്നെ ഒന്ന് പണിഞ്ഞെടുത്താൽ മതി കർത്താവേ. അങ്ങനെ പറയുന്നവരെ കർത്താവിന് എന്തൊരു ഇഷ്ടമെന്നറിയാമോ? അങ്ങനെ പറയുന്നവരെ കർത്താവ് പണിതെടുക്കും. ശോധനകളിലൂടെയല്ല, ദൈവസ്നേഹത്തിൽ പണിതെടുക്കും. എത്ര നല്ലൊരു പിതാവാണ് നമുക്കുള്ളതെന്നറിയാമോ? ഞാനും നിങ്ങളും കഷ്ടം അനുഭവിക്കാറില്ല, കാരണം അവൻ കഷ്ടം മുഴുവനും സഹിച്ചവനാ നമുക്ക് വേണ്ടി. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളിപ്പോൾ കഷ്ടം സഹിക്കുന്നില്ലയോ? നമ്മൾ ഈ കഷ്ടങ്ങൾ സഹിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹത്തിൽ നമ്മുടെ മക്കളെ കഷ്ടം അനുഭവിക്കരുത്. നമ്മളെക്കാൾ എത്ര വലിയവനാ ദൈവം. ഇവിടെ എസെക്കിയേലിനോട് പറയുകയാണ്, നീ ഞാൻ പറയുന്നത് കേൾക്കണം. അവർ പറയുന്ന പോലെ കേൾക്കുന്നത്, അവരെ പോലെ മത്സരക്കാരനാകരുത്. നീ നിന്റെ വായ വിസ്താരത്തിൽ തുറന്ന് ഞാൻ തരുന്നത് തിന്നണം. ഞാൻ പറയുന്നത് നീ കേൾക്കണം. ദൈവവചനത്തിന് പൂർണ്ണമായി കീഴ്പ്പെടണം. നിബന്ധനകളില്ലാതെ ദൈവവചനം അനുസരിക്കണം. തിരിച്ച് ചോദ്യം ചെയ്യരുത്. നിന്നോട് പറയുന്ന വ്യക്തി ആരാന്നല്ല, ദൈവം ആരെ വേണമെങ്കിലും ഉപയോഗിക്കും. നീ കഴുതെ ഉപയോഗിക്കും, അല്ലെ കാക്കയെ ഉപയോഗിക്കും, ദൈവത്തിന് ഇഷ്ടമുള്ളവരെ ഉപയോഗിക്കും, ചിലപ്പോൾ തിമിംഗലത്തെ ഉപയോഗിക്കും നിന്നെ തടയാനോ നിന്നെ സൂക്ഷിക്കുവാനോ. ആരെ ദൈവം ഉപയോഗിക്കുന്നു എന്നുള്ള വിഷയം. ആ വ്യക്തിയുടെ വായിലൂടെ ദൈവം പറയുന്നത് സത്യമാണെങ്കിൽ നീ അതിനെ സ്വീകരിക്കണം. കീഴ്പ്പെടണം. കർത്താവിന്റെ ശബ്ദമാണ് ഞാൻ കേൾക്കുന്നതെന്ന് പറയണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 10:12 വാക്യം പറയുന്നു, അവർ തങ്ങളാൽ തന്നെ തങ്ങളെ അളക്കുകയും തങ്ങളോട് തന്നെ തങ്ങളെ ഉപമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തിരിച്ചറിവുള്ളവരല്ല. പൗലോസ് പറയുന്ന വാക്യമാണ്, അവർ തങ്ങളാൽ തന്നെ തങ്ങളെ അളക്കുക എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാമോ? മറ്റുള്ളവരെല്ലാം എന്നെ പോലാവും എന്നുള്ള ആഗ്രഹം. തങ്ങളാൽ തന്നെ തങ്ങളെ അളക്കുകയും തങ്ങളെ കൊണ്ട് തന്നെ തങ്ങളെ ഉപമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തിരിച്ചറിവുള്ളവരല്ല. എല്ലാവരും എന്നെ പോലാകണം, ഞാൻ പറയുന്നത് പോലെ കേൾക്കാവും, ഞാൻ ചിരിക്കുന്നതിനോട് എല്ലാവരും ചിരിക്കണം, ഞാൻ കരയുന്നതിനോട് എല്ലാവരും കരയണം, ഞാൻ കൈയടിക്കുന്നതിനോട് എല്ലാവരും കൈയടിക്കണം. അവർ തങ്ങളെ കൊണ്ട് തന്നെ, നമ്മൾ പലരുടെയും പ്രശ്നങ്ങൾ അതാണ്. നമുക്കതുകൊണ്ടാണ് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റാത്തത്. നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണം. നമ്മൾ leave them alone. This is something the Lord has spoken to me a few years ago. Leave them alone. I will deal. നിനക്ക് ഞാൻ തന്ന വെളിച്ചത്തിലാണ് നീ നടക്കുന്നത്. ഈ വെളിച്ചം നിനക്ക് കിട്ടാതിരുന്ന സമയത്ത് നീ നിന്റെ ഇഷ്ടത്തിൽ നടന്നില്ലേ? സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ദൈവത്തിന്റെ സഭയില് 100 പേരുണ്ടെങ്കിൽ അതിന് കുഞ്ഞുങ്ങളെ കാര്യം വിട്, മറ്റുള്ളവരെ പ്രായമുള്ളവരെ എടുത്തു വയ്ക്ക്. അവരോരോ വ്യക്തിത്വങ്ങളാണ്. They are different individuals. They can have their own missions, they can have their own thinkings, they can have their own understandings and arguments. നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ഇതിൽ ആരൊക്കെ വിട്ടുകൊടുക്കുന്നു അവരെല്ലാം കൂടെ ചേർന്ന് ഒന്നായിട്ട് പണിയപ്പെടുന്നത്. കർത്താവെ ഞാനല്ല നിന്റെ ഇഷ്ടം എന്ന് പറയുമ്പോൾ, എൻ്റേതല്ല നിന്റേത് ഇഷ്ടം നടക്കട്ടെ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ഐഡിയോളജീസ്, നമ്മുടെ അംബിഷൻസ്, നമ്മുടെ കൺവിക്ഷൻസ്, നമ്മുടെ ആർഗ്യുമെന്റ്സ് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കും. അവരെല്ലാം കൂടെ കൂടി ഒരു ബോഡിയാകും. അപ്പം വാട്ടപ്പുട്ടി അത് മറ്റുള്ളവരെ കുറിച്ച് എന്താ നമ്മൾ പറയുന്നത്? ഈ ഒരു ബോഡിയായവർ മറ്റുള്ളവരെ വിധിക്കാൻ പോകണ്ട. നിങ്ങളെ ഒരു ബോഡിയാക്കിയതുപോലെ, ഒരു ശരീരമാക്കിയതുപോലെ അവരെയും പണിത് കർത്താവ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ അടുത്ത് ചേർക്കും. വെറുതെ അവരെ വിമർശിക്കാൻ പോകണ്ട, അവരെ വിധിക്കാൻ പോകണ്ട, അവരെ കണ്ടം ചെയ്യാൻ പോകണ്ട. അവരെ ചേർത്ത് വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സഭയിൽ കടന്നു വരുന്നവരെല്ലാം ശിഷ്യന്മാരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ സഭയിലുള്ളവരെല്ലാവരും കർത്താവിന്റെ ശിഷ്യരാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ധൈര്യമായിട്ട് ഞാൻ പറയാം, ഉണ്ട്. കുറച്ച് പേരുണ്ട് ശിഷ്യരായിട്ടുള്ളവർ. കർത്താവിന്റെ ക്രൂശ് എടുത്ത് അനുദിനം ജീവിക്കുന്ന കുറച്ചു പേരുണ്ട് സഭയ്ക്കകത്ത്. എന്നാൽ അതേ സ്ഥാനത്ത് കുറച്ചുപേരില്ല. ലോകവും വേണം കർത്താവും വേണമെന്ന് ചിന്തിക്കുന്ന ഒരു സഭയ്ക്കകത്തുണ്ട്. അവരെ വിധിക്കാനല്ല നമ്മളെ വിളിച്ചത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരെ ചേർത്തുകൊള്ളാനാണ്. അവരുടെ പ്രശ്നം എന്താണെന്നറിയാമോ? അവർ തങ്ങളെ കൊണ്ട് തന്നെ തങ്ങളെ അളക്കുകയും തങ്ങളാൽ തന്നെ തങ്ങളെ താരതമ്യം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് അവർക്ക് തിരിച്ചറിവ് ഉണ്ടായിട്ടില്ല. ആ തങ്ങളെന്നുള്ളിടത്ത് മാറ്റിയിട്ട് കർത്താവ് എന്ന് വെക്കണം. തങ്ങളെ കർത്താവിനോട് ഉപമിക്കുകയും തങ്ങളെ കർത്താവിനോടുകൂടെ ആ വാക്യം ഒന്ന് നോക്കി. അവർ തങ്ങളാൽ തന്നെ തങ്ങളെ അളക്കുമെന്നുള്ളത്, അവർ തങ്ങളെ കർത്താവിനാൽ തങ്ങളെ അളക്കണം. 1. പിന്നെ 2, തങ്ങളോട് തന്നെ തങ്ങളെ ഉപമിക്കുമെന്നുള്ളതിനടുത്ത് കർത്താവിനോട് തങ്ങളെ ഉപമിക്കണം. നമ്മളതാ ചെയ്യുന്നത്. എന്നാലും ഒരു ശിഷ്യനാവത്തുള്ളൂ. ഞാൻ ആരെയെങ്കിലും എന്നോട് കമ്പയർ ചെയ്യണമെങ്കിൽ ഞാൻ കർത്താവിനോട് കമ്പയർ ചെയ്യണം. എന്നാലേ എനിക്ക് താഴ്മ ഉണ്ടാവത്തുള്ളൂ. അല്ലെ വലിയ ദൈവഭക്തന്മാരായ ദൈവദാസന്മാരെ ദൈവദാസിമാരെ എൻ്റെ ജീവിതമായിട്ട് ഉപമിച്ച് നോക്കണം. കർത്താവെ ഞാൻ എങ്ങുമായിട്ടില്ലെന്ന് പറയാൻ കഴിയണമെങ്കിൽ അങ്ങനെയുള്ളൂ. പക്ഷെ ഞാൻ എന്നെയാണ് എനിക്ക് വേണ്ടി ഉപമിക്കുന്നതെങ്കിൽ മൈ ലൈഫ് ഇസ് ഗോൺ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുക. അടുത്തൊരു വാക്യം കൂടെ വായിച്ചു.
They trusted in themselves. അതിന് തെളിവെത്താന്നറിയാം. ഈ അവസാന വാക്യം ഒന്ന് നോക്കി. ഈ ജനത്തിനൊരു പ്രത്യേകത പറ്റി എന്താണെന്നറിയാമോ? ദൈവം ഈ ശാപവാക്കുകളെല്ലാം അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും നശിക്കും. ഈ 40 സംവത്സരം നിങ്ങൾ ഒറ്റുവാൻ പോയ സമയത്തിനൊത്താവണം ഈ 40 ദിവസം എന്നുള്ളത്, നിങ്ങൾ 40 വർഷം ഈ ഭൂമിയിൽ അലഞ്ഞു നടക്കും. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിനകത്തുനിന്ന് കുറച്ച് പേർക്ക് പെട്ടെന്നൊരു മാനസാന്തരം ഉണ്ടായി. പെട്ടെന്നൊരു മാനസാന്തരം ഉണ്ടായിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളാണ് 40 മുതലുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. വേഴ്സ് 40 ഓൺവേർഡ്സ്. അവിടെ കുറച്ച് പേര് പറഞ്ഞു, ഓക്കെ, ഞങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പോവാം? ഞങ്ങളുടെ കനാൻ ദേശത്തേക്ക് പോവാം, ഞങ്ങൾക്ക് അവിടെ പോയാൽ മതി. പക്ഷെ മോശ പറഞ്ഞു, നിങ്ങൾ ഇനിയും പോകരുത്, കർത്താവ് നിങ്ങളുടെ വരത്തില്ല. അവരൊന്നും ഇല്ലില്ല, കർത്താവ് വന്നില്ല, ഞങ്ങൾ പോവാം. പക്ഷെ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, മോശയും നിയമപ്പെട്ടകവും അവരോടുകൂടെ പോയില്ല. കാരണം ദൈവത്തിൻ്റെ ആലോചനയില്ലായിരുന്നു. ദൈവത്തിൻ്റെ ആലോചന ഉണ്ടായിരുന്നേ മോശ പോയിന്. ദൈവത്തിൻ്റെ ആലോചന ഉണ്ടായിരുന്നേ നിയമപ്പെട്ടകം അവരോട് പോയില്ലായിരുന്നു. But both of them didn't go because God was not with them. എന്നിട്ട് എന്ത് പറ്റി? അവർ തോറ്റു വന്നു, അനേകർ വാളാൽ മരിച്ചു. കാരണം അതിൻ്റെ അർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞത്, they trusted in themselves. ഹല്ലേലൂയ. ഞാൻ വാക്കുകൾ നിർത്തുന്ന സഹോദരങ്ങളെ, ഹല്ലേലൂയ. അവരെ മരുഭൂമിയിൽ അലയാൻ കാരണമാണ് നമ്മൾ 3 കാര്യങ്ങൾ കേട്ടത്. They lost their vision. They rebelled with God's authority and they trusted in themselves. ഒന്ന്, അവർക്ക് അവരുടെ ദർശനം നഷ്ടപ്പെട്ടു. മറ്റുള്ളവരുടെ മനുഷ്യരുടെ വാക്ക് കേട്ട് അവരുടെ ദർശനം നഷ്ടപ്പെട്ടു. 2, അവർ ദൈവം വെച്ച അധികാരത്തിന് കീഴ്പ്പെടാതെ അവർക്ക് മേൽ തങ്ങളെ തന്നെ തലവാന്മാരാക്കി വെച്ച് തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ജീവിപ്പാനായിട്ട് അധികാരത്തിന് കീഴ്പ്പെട്ടു. ദൈവമാക്കി വെച്ചവർ സംസാരിച്ചത് കേട്ടില്ല, അവരുടെ വഴികളെ ആലോചനകൾ കേട്ടില്ല. സ്വന്തം ഇഷ്ടപ്രകാരം അവർ നടക്കുവാൻ ആഗ്രഹിച്ചു. 3, അവർ തങ്ങളിൽ തന്നെ ആശ്രയിച്ചു. ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന് പകരം അവർ തങ്ങളിലേക്ക് ആശ്രയിച്ചു, തങ്ങളുടെ ചിന്തകളിൽ ആശ്രയിച്ചു. അതുകൊണ്ട് അവർ മരുഭൂമിയിൽ അലഞ്ഞ് നടക്കുവാൻ്റെ ഗുണമിടയായി. സ്വസ്ഥതയില്ലാതെ അവർ മരുഭൂമിയിൽ അലഞ്ഞു, സ്വസ്ഥതയില്ലാതെ അവർ മരുഭൂമിയിൽ മരിച്ചു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇത് സംഭവിക്കാം. The responsibility that this can happen in your life and mine. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് യൂദയുടെ പുസ്തകത്തിലൂടെ ഈ ആലോചന മുന്നറിയിപ്പ് തന്നത്. നിങ്ങളെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് എന്തെന്നാൽ, മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചവരെ പിന്നത്തേതിൽ ദൈവം നശിപ്പിച്ചു. സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ ഈ അനുഭവം ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം കർത്താവിൻ്റെ പരിശുദ്ധ ആലോചനകൾക്ക് കീഴ്പ്പെട്ട് മുന്നോട്ടുള്ള നാളുകളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ത്തി കൊടുക്കാം. അവിടുന്ന് ലക്ഷ്യസ്ഥാനത്ത് നമ്മളെ എത്തിക്കുക മാത്രമല്ല, അവിടുത്തെ കൂടെ വസിക്കുവാനുള്ള കൃപ നമുക്ക് തരികയും ചെയ്യും. നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം.